ക്രിപ്റ്റോ ആൻഡ് ബിറ്റ്കോയിൻ സീരീസ് 6 നമ്മളങ്ങനെ നമ്മുടെ പുതിയ ഇനീഷ്യേറ്റീവ് ആയിട്ടുള്ള ക്രിപ്റ്റോ സീരീസിന്റെ 6ാമത്തെ പാഠത്തിലേക്ക് കടന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് ക്രിപ്റ്റോ കറൻസിനെ പറ്റി ബേസിക് കാര്യങ്ങൾ അറിയാമെങ്കിലും അറിയില്ലെങ്കിലും ഈ വീഡിയോ സീരീസും ഒന്നേ തൊട്ട് കാണാൻ ശ്രമിക്കുക. മേ ബി നിങ്ങൾക്ക് ക്രിപ്റ്റോനെ പറ്റി എന്നേക്കാളും കൂടുതൽ കാര്യങ്ങൾ അറിയായിരിക്കും. ഞാൻ ക്രിപ്റ്റോ കോയിനെ പറ്റിയുള്ള എക്സ്പെർട്ട് അല്ല. നമുക്ക് അറിയാവുന്ന പണി ക്രിപ്റ്റോയിൽ ചെയ്യുന്നു. ഫ്യൂച്ചർ ഓപ്ഷൻസ്, നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും ഒക്കെ ഇല്ലാത്ത സമയം, ദാറ്റ് മീൻസ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് അവധിയുള്ള സമയങ്ങളിൽ ക്രിപ്റ്റോ കറൻസിയിൽ ബിറ്റ് കോയിനിലും 1-2 കോയിൻസിൽ ഓപ്ഷൻ ട്രേഡിംഗ് ആണ് ആകെ ഞാൻ ചെയ്യാറുള്ളത്. ഇതാണ് എൻ്റെ പരിചയം. സോ ഇന്നത്തെ വീഡിയോ അതിനെ പറ്റിയാണ്. തൊട്ടുമുമ്പത്തെ വീഡിയോ അതല്ല കേട്ടോ. നമ്മൾ കുറച്ച് എഫേർട്ട് എടുത്ത് ക്രിപ്റ്റോ കറൻസിനെ പറ്റി എന്താണ്, ഇതിൽ നിന്ന് എങ്ങനെ കാശ് ഉണ്ടാക്കാം, ഇതിൽ ബിസിനസ് ഒരു ഇൻവെസ്റ്റർക്കുള്ള ഓപ്പർച്യൂണിറ്റി എന്താണെന്നൊക്കെ നമ്മൾ തൊട്ടുമുമ്പത്തെ വീഡിയോയിൽ എനിക്ക് അറിയാവുന്ന പോലെ എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു. സോ അതുകൊണ്ട് തന്നെ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ബേസിക് കാര്യങ്ങളൊന്നും അറിയില്ലെങ്കിൽ ആ സീരീസ് മൊത്തം കണ്ടാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാനൊരു ഓപ്ഷൻ ട്രേഡറാണ്. എൻ്റെ ട്രേഡിങ്ങിന്റെ ഭൂരിഭാഗം സമയവും ഞാൻ NSE-യിലുള്ള നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി ഇൻഡെക്സുകളിലാണ് ട്രേഡ് ചെയ്യുന്നത്. പക്ഷേ അതിനൊരു പരിമിതി ഉള്ളത് നമ്മൾ പഴയ വീഡിയോ പറഞ്ഞിട്ടുള്ളതാണ്. ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റുള്ള സമയങ്ങളിൽ ഇത് ചെയ്യാൻ പറ്റൂ. ദാറ്റ് മീൻസ് തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 9:15 തൊട്ട് വൈകുന്നേരം 3:30 വരെയാണ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉള്ളൂ. അത്രയേ ഉള്ളൂ എന്ന് പറയുമ്പോൾ അത്ര ദുഃഖമൊന്നുമില്ല കേട്ടോ. അത്രയും തന്നെ നോക്കിയിട്ട് നമ്മുടെ കണ്ണൊക്കെ അടിച്ചു പോയിട്ടിരിക്കുകയാണ്. എങ്കിലും ഇന്ന് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ശനിയാഴ്ചയാണ്. ഇന്ന് ഞാൻ ഫ്രീ ആണ്, ഒന്നും ചെയ്യാനില്ല. എനിക്കറിയാവുന്ന പണി ഓപ്ഷനാണ്. അതാണ് ഈ തിങ്കൾ തൊട്ട് വെള്ളി വരെയുള്ളൂ. സോ നിങ്ങളും ഇതുപോലത്തെ ഒരാളാണോ? തിങ്കൾ തൊട്ട് വെള്ളി വരെ. ഞാനിപ്പോൾ ഫുൾ ടൈം ട്രേഡിംഗ് ആണ്. നിങ്ങൾ ചിലപ്പോൾ ജോലി ചെയ്യുന്നവരായിരിക്കും, ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ, പ്രൈവറ്റ് അല്ലെങ്കിൽ ഗവൺമെന്റ് സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവരായിരിക്കും, ഒരു ബിസിനസ്സുകാരായിരിക്കും. ശനി ഞായറും മാത്രമാണ് ബിസി ഷെഡ്യൂൾ കഴിഞ്ഞ് നിങ്ങൾക്ക് സമയം കിട്ടുന്നുള്ളൂ. നിങ്ങൾക്കും ദ ബെസ്റ്റ് എനിക്കറിയാവുന്നതിൽ ബെസ്റ്റാണ് ക്രിപ്റ്റോയിൽ തന്നെ ഓപ്ഷൻ ചെയ്യാനുള്ള ഏറ്റവും ബെസ്റ്റ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളതിൽ ബെസ്റ്റ് പ്ലാറ്റ്ഫോം ഡെൽറ്റയുടെയാണ്. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും പ്രധാന അഡ്വാൻറ്റേജ് ഇതാണ്. ഇപ്പൊ പുറത്ത് രാജ്യങ്ങളിലുള്ളവർക്ക് ഇന്ത്യൻ ടൈം, ഇപ്പൊ UK US പോലുള്ള സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ അവിടെയുള്ള NRIസിന് നമ്മുടെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലെ സമയത്തിലൊന്നും ട്രേഡ് ചെയ്യാൻ പറ്റില്ല. കാരണം അവിടെ സമയത്തിന്റെ വ്യത്യാസമുണ്ട്. സോ അങ്ങനെയുള്ളവർക്കും ഇത് ഉപയോഗിക്കാം. ഓപ്ഷൻ ട്രേഡിംഗ് പഠിക്കാനും അത് ചെയ്യാനും താല്പര്യമുള്ളവർക്ക് ഈ പറയുന്ന എല്ലാ ഇഷ്യൂവിനും ഉള്ള ഒരു പരിഹാരമാണ് നമ്മുടെ ക്രിപ്റ്റോ ഓപ്ഷൻസ്. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, സിമ്പിൾ ആയിട്ട് നമ്മുടെ നാട്ടിലെ ഓപ്ഷൻസ് ചെയ്യുന്ന പോലെ തന്നെയാണ്. ഓപ്ഷൻ എന്താണെന്ന് ബേസിക് കാര്യങ്ങൾ കുറച്ച് അറിയാമെങ്കിൽ നിങ്ങൾക്ക് ക്രിപ്റ്റോയിലായാലും കറൻസിയിലാണെങ്കിലും കമോഡിറ്റിയിലാണെങ്കിലും ഏതിനാണെങ്കിലും ഓപ്ഷൻ ഒന്ന് തന്നെയുള്ളൂ. അതിന്റെ അടിസ്ഥാനം ഒന്നാണ്, അത് എടുക്കുന്ന ഇൻസ്ട്രുമെന്റ് മാറ്റം ഉണ്ടെന്ന് മാത്രം. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്രിപ്റ്റോ സീരീസ് നമുക്ക് ഇതുവരെ ഉപയോഗിച്ചാൽ ഏറ്റവും യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്ലാറ്റ്ഫോം ഡെൽറ്റയാണ്. എങ്ങനെ ഓപ്ഷൻ ഡെൽറ്റ ചെയ്യാന്നുള്ള ബിഗിനേഴ്സിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ തൊട്ടുമുമ്പത്തെ വീഡിയോയിൽ കവർ ചെയ്തിട്ടുള്ളതാണ്. സോ ഞാൻ അധികം ഡെൽറ്റയെ പറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്ത് വലിച്ചു നീട്ടുന്നില്ല. ഓൾറെഡി നമ്മൾ ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുള്ളതുകൊണ്ട് നമ്മുടെ കാര്യത്തിലേക്ക് വരാം. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഞാൻ എന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് മിഥുൻ. എല്ലാ മലയാളികൾക്കും ഡിമാറ്റ് അക്കൗണ്ട് വേണം. ഇപ്പോൾ എല്ലാ മലയാളികൾക്കും ക്രിപ്റ്റോ എക്സ്ചേഞ്ച് ഡെൽറ്റയും വോൾട്ടും ബിനാൻസും പോലുള്ള എക്സ്ചേഞ്ചുകളിലും അക്കൗണ്ട് വേണം എന്നുള്ള ഉദ്ദേശത്തിൽ നമ്മൾ ഒത്തിരി വീഡിയോസ് ചെയ്തു. ഈ സീരീസിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് കണ്ട് ട്രേഡിംഗ് ലോകത്തിലെ കാര്യങ്ങൾ പഠിക്കാൻ, ഇവൻ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലാണെങ്കിലും ക്രിപ്റ്റോ, ഫോറക്സ്, കമോഡിറ്റി ഏത് മാർക്കറ്റിലെ കാര്യങ്ങൾ പഠിക്കാനും നമ്മുടെ ഒത്തിരി പേര് ജോയിൻ ചെയ്തു. നിങ്ങൾക്കും ഈ കാണുന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യാം. ഇതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം മാത്രം, നമ്മളുടെ ഈ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ജസ്റ്റ് ഒരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമ്മളെ ടീം ഗൈഡ് ചെയ്ത് തരും എങ്ങനെയൊക്കെയാണ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക, ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താലുള്ള ഗുണങ്ങൾ. ഒരു സത്യം പറഞ്ഞോളട്ടെ, ഈ ഗ്രൂപ്പ് വളരെ ഇനാക്റ്റീവ് ഗ്രൂപ്പാണ്. ആഴ്ചയിൽ 1-2 ട്രേഡുകൾ മാത്രമാണ് ഇപ്പോൾ ഇടാൻ സാധിക്കുന്നുള്ളൂ. അതിന്റെ കാരണം ഞാൻ തൊട്ട് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ക്രിപ്റ്റോയിൽ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കുറച്ച് ടീമിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സോ നിലവിൽ ജോയിൻ ചെയ്തിട്ടുള്ളവരും ഇനി ഈ വീഡിയോ കണ്ടിട്ട് ജോയിൻ ചെയ്യാനുള്ളവരാണെങ്കിലും കുറച്ച് നാളത്തേക്ക് ഒന്ന് പേഷ്യൻസ്, അല്പം ക്ഷമ കാണിക്കണം. ബിക്കോസ് ഞാൻ ഈ പറഞ്ഞ പരിമിതികളുണ്ട്. ഞാൻ ഫ്രീ ആവുന്ന സമയങ്ങളിലാണ് ഇതിൽ ട്രേഡ് ഇടാൻ പറ്റൂ. അത് എപ്പോഴായിരിക്കും? ഓഫ് കോഴ്സ് ശനി ഞായറോ അല്ലെങ്കിൽ ഏതെങ്കിലും രാത്രിയിൽ സമയം കിട്ടിയാലാണ് ഞാൻ ക്രിപ്റ്റോയിൽ ട്രേഡ് ചെയ്യാറുള്ളൂ. ബിക്കോസ് ബാക്കിയുള്ള സമയങ്ങൾ മൊത്തം നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയാണ് ട്രേഡ് ചെയ്യാറ്. ഇന്ന് ശനിയാഴ്ചയാണ്. ഇന്ന് നമ്മൾ ട്രേഡ് എടുത്തിട്ടുണ്ട്. ആ ട്രേഡിന്റെ വിവരങ്ങളും ഇന്നും ആ എടുക്കുന്ന ട്രേഡുകൾ ഞാൻ എപ്പോൾ ട്രേഡ് എടുക്കുന്നു അപ്പോൾ ഈ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അപ്പം തൽക്കാലം കുറച്ച് പുതിയ ക്രിപ്റ്റോ എക്സ്പേർട്ടുകൾ കിട്ടുന്നത് വരെ എൻ്റെ ഫ്രീ ടൈമിൽ ഞാൻ എടുക്കുന്ന ട്രേഡുകൾ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്ത് നമുക്ക് ഒരുമിച്ചെടുക്കാം. സോ ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ അബ്സല്യൂട്ട്ലി ഫ്രീ ആണ്. നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് 1 രൂപ പോലും ചാർജ് ഒന്നും തരേണ്ടതില്ല. ഈ ഗ്രൂപ്പ് അബ്സല്യൂട്ട്ലി ഫ്രീ ആണ്. ഒരേ ഒരു കണ്ടീഷൻ എന്തായിരിക്കും? നമ്മളുടെ ലിങ്ക് വഴി അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. ഡെൽറ്റ എക്സ്ചേഞ്ച്, നിങ്ങൾക്ക് ഡെൽറ്റ എക്സ്ചേഞ്ചിൽ ഒരു അക്കൗണ്ട് ഇല്ലെങ്കിൽ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല, ഞാൻ ഈ പറയുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താലും നമ്മുടെ ടീം നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഹെൽപ്പ് ചെയ്ത് തരും. നിങ്ങൾക്ക് തന്നെ ഓൺലൈൻ ഓപ്പൺ ചെയ്യാം. 3-4 സ്റ്റെപ്പേ ഉള്ളൂ. സിമ്പിൾ ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്താൽ എന്താ ഗുണം? ഞാൻ എടുക്കുന്ന ട്രേഡുകൾ നമുക്ക് ഒരുമിച്ചെടുക്കാം. ഒപ്പം നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള കുറച്ച് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നമ്മുടെ ടീമിനോട് ചോദിച്ചാൽ അവർ നിങ്ങൾക്ക് ഗൈഡ് ചെയ്ത് തരും. ഈ സർവീസുകളെല്ലാം അബ്സല്യൂട്ട്ലി ഫ്രീ ആണ്. സോ ഡെൽറ്റ അക്കൗണ്ട് ഇല്ലാത്തവർ എത്രയും പെട്ടെന്ന് പോയി ഓപ്പൺ ചെയ്തു. നിങ്ങൾക്ക് ഓൾറെഡി എപ്പോഴെങ്കിലും ഓപ്പൺ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ വേറെ ഏതെങ്കിലും യൂട്യൂബേഴ്സിന്റെ വീഡിയോ കണ്ട് ഡെൽറ്റയിൽ ഓപ്പൺ ചെയ്ത് പോയി, അപ്പോൾ എന്ത് ചെയ്യും? നിങ്ങൾക്ക് ഫാമിലി ആരുടെയും പേരിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. ഒരു അക്കൗണ്ട് ഒന്നും പാടുള്ളൂന്നില്ലല്ലോ. അക്കൗണ്ട് ഓപ്പണിംഗ് എന്തായാലും ഫ്രീ ആണ്. സോ ഫാമിലി ആരുടെയും പേരിൽ ഒരു ഡെൽറ്റ അക്കൗണ്ട് ഓപ്പൺ ചെയ്താൽ ഈ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. നമുക്ക് ഒരുമിച്ച് ഇതുപോലെ ട്രേഡ് എടുക്കാം. അപ്പോൾ ഇന്നെടുത്ത ട്രേഡാണ്. ഇന്ന് ശനിയാഴ്ചയാണ്. ഞാൻ പറഞ്ഞു കാര്യങ്ങൾ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് കണ്ടോ, ചാർട്ട് വരച്ച് ബിറ്റ് കോയിന്റെ ചാർട്ടാണ്. എന്താണ് നമ്മുടെ പ്ലാൻ? ഈസി ആയിട്ട് എടുക്കാം. ഞാൻ പറഞ്ഞെങ്കിൽ സെല്ലാണ്.
44,300 ബിറ്റ്കോയിന്റെ പുട്ട് ഓപ്ഷൻ സെല് ചെയ്യുക, കോൾ ഓപ്ഷൻ സെല് ചെയ്യുക. ഇതൊരു ഷോർട്ട് സ്ട്രാങ്കിൾ സ്ട്രാറ്റജിയാണ്. ഇത് ഡിസ്കസ് ചെയ്യാനാണ് ഇന്ന് നമ്മൾ വീഡിയോയിൽ വന്നിരിക്കുന്നത്. എന്താണ് ഈ സ്ട്രാറ്റജി, ഇന്ന് നമ്മൾ എങ്ങനെയാണ് ട്രേഡ് എടുത്തത്, ലാഭമാണോ നഷ്ടമാണോ എന്നൊക്കെ ഡീറ്റെയിൽസ് നമുക്ക് ഈ വീഡിയോ മുന്നോട്ട് പോകുമ്പോൾ പഠിക്കാം. സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വിത്ത് പിയാൻഡിൽ ഉൾപ്പെടെ ഇന്ന് ചെയ്തതേ നോക്കി നിങ്ങൾക്ക് നോക്കി അറിയാം. ഇതുവരെ ഏകദേശം $25 പ്രോഫിറ്റ് ആണ്. ആപ്പിൽ പോയാലും കാണാം. ഇതാണ് ഡെൽറ്റ ആപ്പ്. ഡെൽറ്റയിൽ ഇപ്പോൾ ഏകദേശം $26, $26 പ്രോഫിറ്റിലാണ്. എത്ര രൂപയാണ് $26? ഇന്നത്തെ വില 76 ആണ്. 76 × 26 ഏകദേശം 1,900 രൂപ, 2,000 രൂപയോളം പ്രോഫിറ്റിലാണ് നിൽക്കുന്നത്. ശനിയാഴ്ചയാണെന്ന്, ശനിയാഴ്ച പണിയില്ല എന്ന് വിചാരിച്ചിരിക്കേണ്ട കാര്യമുണ്ടോ? ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന ക്യാപിറ്റൽ ഏകദേശം എനിക്ക് തോന്നുന്നു ആകെ 50,000 രൂപയാണ് ഞാൻ ഇതിനു വേണ്ടി ക്യാപിറ്റൽ യൂട്ടിലൈസ് ചെയ്തത്. ഇതിനൊരു പ്രത്യേകത, ഇത് റിസ്ക് ഫ്രീ ട്രേഡ് ആണ്. ഇത് തീരെ റിസ്ക് ഇല്ലാത്തൊരു ട്രേഡിംഗ് ആണ്. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ ഷോർട്ട് സ്ട്രാങ്കിൾ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ റിസ്ക് വളരെ കുറവാണ്. ഞാൻ റിലാക്സ് ചെയ്തായിരിക്കുന്നത്. ഈ എൻ്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളും ഞാൻ ഇടാറുണ്ട് കേട്ടോ. സ്റ്റിൽ ഞാൻ നേരത്തെയും റിലാക്സ്ഡ് ആണ്, ഇപ്പോഴും റിലാക്സ് ചെയ്ത് പാട്ട് കേട്ടിരിക്കുകയാണ്. ബിക്കോസ് അപ്പോഴേക്ക് $25 നമ്മൾ ഓൾറെഡി പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞു. വെറുതെ കൈ കെട്ടിയിരുന്നാൽ മതി. ഞാൻ ഈ പറയുന്ന ട്രേഡ് എടുത്തിട്ട് ചുമ്മാ കൈ കെട്ടി ചാർട്ടിങ് ഇങ്ങനെ നോക്കിയിരിക്കുക. ഹായ്, നല്ല രസം. ഇവിടെ പിയാൻഡിൽ ഇങ്ങനെ പ്രോഫിറ്റ് $26, $27, $28 അങ്ങനെ. ഇതിൽ നിന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് $50 ആണ്. ഇപ്പോൾ എടുത്ത ട്രേഡ് 50,000 രൂപയാണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തത്. ഇതിൽ നിന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന പ്രോഫിറ്റ് $50 ആണ്. സിമ്പിളായി കിട്ടുന്ന ഉറപ്പുമാണ്. അത് എങ്ങനെയാണെന്നത് നമുക്ക് ഈ വീഡിയോ മുന്നോട്ട് പോകുമ്പോൾ പഠിക്കാം. സോ ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനും നമ്മുടെ ഒപ്പം ലൈവ് ട്രേഡ് ചെയ്യാനും ഞാൻ വീണ്ടും പറയുന്നു, വന്ന് നാളെ തൊട്ട് ട്രേഡ് പ്രതീക്ഷിക്കരുത്. എൻ്റെ ഗ്യാപ്പ് ഉള്ളപ്പോഴാണ് ഇപ്പോൾ എനിക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ബട്ട് എത്രയും പെട്ടെന്ന് നമ്മൾ ഇതിന് ഉഗ്രൻ ടീമിനെ സെറ്റ് ചെയ്യും. ക്രിപ്റ്റോയിൽ ഓപ്ഷൻ ട്രേഡ് ചെയ്ത് പരിചയമുള്ള കുറച്ച് നല്ല പിള്ളേരെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ടീമിനെ സെറ്റ് ചെയ്യും. അപ്പോൾ തൊട്ട് ഈ ഗ്രൂപ്പ് ഡെയിലി ആക്റ്റീവ് ആയിരിക്കും. എല്ലാ ദിവസവും 1-2 ട്രേഡുകളൊക്കെ എടുക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം ഇത്രയും ഓപ്പർച്യൂണിറ്റി ക്രിപ്റ്റോയിലുണ്ട്. സോ ഈ ഗ്രൂപ്പ് വരും ദിവസങ്ങളിൽ, വരും മാസങ്ങളിൽ ചിലപ്പോൾ നല്ല ആക്റ്റീവ് ആയിരിക്കും. അതുവരെ ചെറിയ രീതിയിൽ കിട്ടിയതായിരുന്നു. ഇന്ന് ശനിയാഴ്ച പണിയൊന്നുമില്ല. ഈ ട്രേഡ് ഞാൻ എടുത്ത ആൾക്കാർക്കൊക്കെ ഓൾറെഡി പറഞ്ഞ 2,000-3,000 രൂപ പ്രോഫിറ്റ് കിട്ടിക്കാണും. സോ നിങ്ങൾക്കും ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. അതിനുവേണ്ടി ഈ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നമ്മുടെ ടീം നിങ്ങൾക്ക് ഗൈഡ് ചെയ്ത് തരും. സോ ഇൻട്രൊഡക്ഷൻ അല്പം നീണ്ടുപോയി. കാര്യം നമ്മൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ അവർക്ക് മനസ്സിലാവണമല്ലോ നമ്മുടെ കൂടെ ഇങ്ങനെ ഒരു സർവീസ് ഉണ്ടെന്നും ഈ ഗ്രൂപ്പിൽ വന്നു കഴിഞ്ഞാൽ ക്രിപ്റ്റോ ഓപ്ഷൻ ചെയ്ത് ശനിയും ഞായർ ഉൾപ്പെടെ ട്രേഡ് ചെയ്യാമെന്നും അതിൽ നിന്നും കുറച്ച് വരുമാനം ഉണ്ടാക്കാമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവണമല്ലോ. അതുകൊണ്ടാണ് റിപ്പീറ്റ് ചെയ്ത് ഇത്തിരി സമയം എടുത്ത് പറഞ്ഞത്. സോ ഇന്നത്തെ വിഷയത്തിലേക്ക് പോകാം. ഞാൻ നേരത്തെ കാണിച്ചതുപോലെ തൊട്ടുമുമ്പ് ഞാൻ എടുത്ത ട്രേഡ് എന്താണ്, ക്രിപ്റ്റോ ട്രേഡിംഗിൽ സക്സസ്ഫുൾ ആയി ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സ്ട്രാറ്റജീനെയും ഒരുമാതിരി ബേസിക് കാര്യങ്ങൾ അറിയാവുന്നവർക്കൊക്കെ അറിയാവുന്ന സ്ട്രാറ്റജി ആയിരിക്കും. എങ്കിലും ലൈവ് ട്രേഡ് എടുത്ത് ക്രിപ്റ്റോയിൽ സ്ട്രാറ്റജി പ്രകാരം പ്രോഫിറ്റ് ലോസ് ബുക്ക് ചെയ്യുക. എന്താണ് ഈ സ്ട്രാറ്റജി, ഇത് എങ്ങനെ ചെയ്യാം, ഇത് പ്രോഫിറ്റോ ലോസോ എത്ര രൂപ പ്രോഫിറ്റ് കിട്ടും, ദെൻ ഡെൽറ്റ പ്ലാറ്റ്ഫോമിൽ ഈ സ്ട്രാറ്റജി എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ള കുറച്ച് ബേസിക് കാര്യങ്ങളിലേക്ക് നമുക്ക് പോവാം. സോ നമുക്ക് സ്ക്രീനിലേക്ക് പോവാം. ഇതാണ് ഡെൽറ്റ എക്സ്ചേഞ്ച്. എങ്ങനെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാന്നൊക്കെ തൊട്ട് മുമ്പത്തെ വീഡിയോ ക്ലിയർ ആയി പറഞ്ഞിട്ടുണ്ട്. ഞാൻ വീണ്ടും പറയുന്നു, ആദ്യമായിട്ടാണ് ഡെൽറ്റയുടെ വീഡിയോ കാണുന്നെങ്കിൽ തൊട്ട് മുമ്പത്തെ 2 വീഡിയോ കാണാം. ഒത്തിരി കാര്യങ്ങൾ അതിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് അത്യാവശ്യമുള്ളതാണ്. സോ ഇതാണ് ഡെൽറ്റ. നമ്മൾ ലോഗിൻ ചെയ്യുമ്പോൾ തന്നെ ഈ ഒരു സ്ക്രീനിലേക്കായിരിക്കും പോവുക, ഡെൽറ്റേന്റെ ഈ ഒരു സ്ക്രീനിലേക്ക്. ഈ സ്ക്രീനിൽ കുറേ കാര്യങ്ങൾ കാണാം. നമ്മളതൊന്നും നോക്കണ്ട, നമ്മൾ നേരെ എടുക്കേണ്ടത് ഓപ്ഷനാണ്. ഇവിടെ കണ്ടറിയാം ഓപ്ഷൻ. ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യേണ്ടത്. അതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, ഡെപ്പോസിറ്റ്. നമ്മുടെ ക്രിപ്റ്റോ സീരീസ് കണ്ടിട്ട് വരുന്ന ഒത്തിരി പേര് മെസ്സേജ് അയക്കുന്നുണ്ട്, ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതിന്റെ പ്രശ്നം വോൾഡ് ആണ്. ഞാൻ മുമ്പ് പരിചയപ്പെടുത്തിയ ഞാൻ ഡെപ്പോസിറ്റ് ചെയ്യുന്ന മാർഗ്ഗങ്ങൾ വോൾഡാണ്. വോൾഡ് കുറച്ച് റെഗുലേഷൻസ് കാരണം, നമ്മുടെ നാടിന്റെ RBIയുടെയോ അല്ലെങ്കിൽ ഇന്ത്യൻ ബാങ്ക്സുമായിട്ടുള്ള കുറച്ച് ഇഷ്യൂസ് കാരണം ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യാൻ പറ്റുന്നില്ല പല ബാങ്കുകളുടെ അക്കൗണ്ട്. പക്ഷേ ഇതിന്റെയൊക്കെ അടിസ്ഥാനമായിട്ടുള്ള വോൾഡ് പ്ലാറ്റ്ഫോം പലർക്കും എടുക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് ഒത്തിരി കംപ്ലൈന്റ് നമ്മുടെ വാട്സാപ്പ് നമ്പറുകൾ വരുന്നുണ്ട്. ഐ ആം ഹെൽപ്ലെസ്. ഈ കാര്യത്തിൽ നമ്മൾ ഹെൽപ്ലെസ് ആണ്. വോൾഡ് തന്നെ സഹായിച്ചേ മതിയാകൂ. വോൾഡ് ടീമായിട്ട് നമ്മൾ റെഗുലർ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. അവർ പറയുന്നുണ്ട് സാർ കുറച്ച് സമയം തരുമെന്നാണ് അവർ പറയുന്നത്. ഇന്ത്യൻ ബാങ്കുകളായിട്ട് വോൾഡ് ടീം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇപ്പൊ നിങ്ങൾക്ക് അറിയാലോ, ഗവൺമെന്റും RBI ഒക്കെ ഈ ക്രിപ്റ്റോന്റെ കാര്യത്തിൽ കുറേ റെസ്ട്രിക്ഷൻസും റെഗുലേഷൻസും കൊണ്ടുവരുന്നുണ്ട്. ഇതൊന്നും സെറ്റിൽ ആയിട്ടില്ല. അതുകൊണ്ട് കൺഫ്യൂഷനിലാണ്. ബാങ്കുകളാണെങ്കിലും ക്രിപ്റ്റോ അക്സെപ്റ്റ് ചെയ്യണോ വേണ്ടിയോ എന്നൊക്കെയുള്ള കൺഫ്യൂഷനിലാണ്. ആ കൺഫ്യൂഷനൊക്കെ മാറുന്നത് വരെ ക്ഷമിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എനിവേ വോൾഡ് പ്ലാറ്റ്ഫോമിനൊന്നും കുഴപ്പമൊന്നുമില്ല. അവർ നമ്മുടെ ബാങ്കുകളായിട്ട് ടൈപ്പാണ്. ഇപ്പൊ നിലവിൽ കുറച്ച് ബാങ്കുകളാണ് അപ്രൂവൽ ഉള്ളൂ. പക്ഷെ അപ്പോഴും ഞാൻ നോക്കുമ്പോൾ UPI പോലുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇതിൽ ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യാനായിട്ട് ഇവിടെ സെറ്റിംഗ്സിൽ നിങ്ങൾ ബാങ്ക് അക്കൗണ്ട് നോക്കുമ്പോൾ ഇവിടെ എനിക്ക് ബാങ്ക് അക്കൗണ്ടും UPI ഒക്കെ ആഡ് ചെയ്യാൻ എനിക്ക് പറ്റുന്നുണ്ട് കേട്ടോ. പക്ഷെ പലരും പറ്റുന്നില്ല എന്ന് പറയുന്നു. ഇവിടെ നമ്മുടെ പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്യുക, സെറ്റിംഗ്സിൽ പോവുക. സെറ്റിംഗ്സിൽ പോയിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാങ്ക് അക്കൗണ്ട് എന്നൊരു സെക്ഷൻ ഉണ്ട്, ബാങ്കിന്റെ സിമ്പിൾ. അവിടെ നിങ്ങൾക്ക് ഇവിടെ ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ UPI ആഡ് ചെയ്യാം. UPI ID-യും പേരും കൊടുത്താൽ മതി. ഈ UPI-യുടെ ഒക്കെ നിങ്ങളുടെ ആപ്പിൽ കിട്ടും. ഇത് വളരെ സിമ്പിൾ ആട്ടോ. UPI വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ തൊട്ട് മുമ്പ് എൻ്റെ വേറൊരു ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്ത് പേയ്മെന്റ് ചെയ്ത് നോക്കി, സക്സസ് ആണ്. ഇത് നിങ്ങൾ ചെയ്ത് നോക്കുക. ഇതും പറ്റിയില്ലെങ്കിൽ പിന്നെ ആകെ സപ്പോർട്ട്. ഇതിന്റെ മുകളിൽ നിങ്ങൾക്ക് നോക്കി അറിയാം, ഈ ആപ്പിന്റെ ടോപ്പിൽ ഒരു ഹെഡ്ഫോണിന്റെ ചിഹ്നം കണ്ടില്ലേ? ഈ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവരുടെ ടീമായിട്ട് ചാറ്റ് ചെയ്യാൻ പറ്റും.
ഇവർ നല്ല സർവീസ് ആട്ടോ, കസ്റ്റമർ സർവീസ് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. വോൾട്ടിൻ്റെ നല്ല സർവീസാണ്. നമ്മൾ എന്ത് റിക്വസ്റ്റ് ആവശ്യപ്പെട്ടാലും അവരപ്പോൾ തന്നെ നമുക്ക് റിപ്ലൈ തരും, ചാറ്റിൽ തന്നെ. ഒരു ഹ്യൂമനായിട്ട് ചാറ്റ് ടു ഹ്യൂമൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. നമുക്ക് അവിടുത്തെ ഒരു ടെക്നിക്കൽ ടീമായിട്ട് സംസാരിക്കാം. ഇവരുമായിട്ട് സംസാരിച്ച് നിങ്ങളൊരു തീരുമാനത്തിലെത്താം. ഇതാണ് വോൾട്ടിൻ്റെ കാര്യത്തിൽ പറയാൻ പറ്റുള്ളൂ. എങ്കിലും ഞാൻ ഈ പറഞ്ഞ മെത്തേഡ് ഒന്ന് ആഡ് ചെയ്ത് നോക്കിക്കോളൂ. സെറ്റിംഗ്സിൽ പോയിട്ട് ബാങ്കിൽ UPI ആഡ് ചെയ്യാൻ പറ്റും. ഗൂഗിൾ പേയോ ഫോൺ പേയോ അല്ലെങ്കിൽ ഭീം ആപ്പിൻ്റെയോ UPI ഇത് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അല്ല വോൾഡ് ഒരു രക്ഷയില്ലെങ്കിൽ എന്ത് ചെയ്യണം? ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾ വസീറെക്സോ അതുപോലുള്ള ഏതെങ്കിലും പ്ലാറ്റ്ഫോം എടുക്കുക. വോൾഡ് മാത്രമല്ല പ്ലാറ്റ്ഫോം, വസീറെക്സ് ഉണ്ട്, ബിനാൻസ് ഉണ്ട്, കുറേ പ്ലാറ്റ്ഫോം ഉണ്ട്. സോ ഈ വോൾഡിലും വസീറെക്സിലും ബിനാൻസിലും ഒക്കെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്കുകൾ നമ്മൾ ഈ വീഡിയോയിൽ താഴെ കൊടുത്തിട്ടുണ്ട്. ഈ ലിങ്കുകൾ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കാര്യങ്ങൾ ചെയ്യാം. ഇതിലൊക്കെ എങ്ങനെ ചെയ്യാം എന്നൊക്കെ ഉള്ള ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. സോ വസീറെക്സിൽ എടുക്കുക, വസീറെക്സിലാണെങ്കിലും പേയ്മെന്റ് ചെയ്യാൻ പറ്റും. ഈ കാര്യങ്ങളിലേക്കൊന്നും കൂടുതൽ പോകുന്നില്ല, ബിക്കോസ് നമ്മൾ ഇന്ന് ഓപ്ഷൻ ട്രേഡിങ്ങിന്റെ കാര്യം പറയാനാണ് വന്നിരിക്കുന്നത്. എങ്കിലും ഈ ഇഷ്യൂ ഒന്ന് അഡ്രസ് ചെയ്തെന്ന് മാത്രം, ഭൂരിഭാഗം ആൾക്കാർക്കുള്ള ഇഷ്യൂ ആയതുകൊണ്ട് അഡ്രസ് ചെയ്തെന്ന് മാത്രം. ഇതാ നോക്കിയേ, ഞാൻ ജസ്റ്റ് എടുത്ത് നോക്കാം, ലൈവ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അതാ $36. ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ വേണോ? തൊട്ടുമുമ്പ് എടുത്തിട്ടുള്ളൂ. വെറുതെ നിങ്ങളോട് റിലാക്സ് ചെയ്ത് ഞാൻ വീഡിയോ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴും നമ്മുടെ P&L കൂടിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ 26 ആയിരുന്നു, $36. ഓരോ $10 കൂടുമ്പം 760 രൂപയാണ് പ്രോഫിറ്റ് കൂടുക. വെറുതെ ശനിയാഴ്ച ഇരിക്കുമ്പോൾ ഇതുപോലെ 760 വെച്ച് ഓരോ 10 മിനിറ്റിൽ കിട്ടിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ? അതുകൊണ്ടാണ് നമ്മൾ ക്രിപ്റ്റോ ഓപ്ഷൻസും നിങ്ങളെ റെക്കമെൻഡ് ചെയ്യാൻ കാരണം. എപ്പോൾ നിങ്ങൾക്ക് ഫ്രീ ഉണ്ടോ, ഫ്രീ ടൈം ഉണ്ടോ, വെറുതെ മൊബൈലിൽ ഫേസ്ബുക്കും മറ്റ് സോഷ്യൽ മീഡിയ ഇൻസ്റ്റാഗ്രാമൊക്കെ നോക്കിയിരിക്കുന്ന സമയത്ത് ക്രിപ്റ്റോയിൽ എങ്ങനെയൊന്ന് ട്രേഡ് ചെയ്യുന്നേ, 10 കാശ് കിട്ടട്ടെ, നല്ല കാര്യമല്ലേ? സോ ഇതൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് വീഡിയോയിൽ മുന്നോട്ട് പോകാൻ പഠിക്കാം. സോ ഈ പറയുന്ന ഫണ്ട് ഇഷ്യൂവിന് എന്നെ കോൺടാക്ട് ചെയ്തിട്ടോ എന്നെ ചീത്ത പറഞ്ഞിട്ടോ കാര്യമില്ല. നിങ്ങളാണ് വോൾഡ് റെക്കമെൻഡ് ചെയ്തത്, ഇപ്പോൾ പോളിലാണെന്നൊന്നും എന്നോട് ചീത്ത പറയരുത്, ബിക്കോസ് എൻ്റെ കയ്യിലുള്ളതല്ല. ഈ റിസർവ് ബാങ്കും ഗവൺമെന്റും ഇന്ത്യൻ ബാങ്കുകളും തമ്മിലുള്ള ഒരു ടൈപ്പ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് സെറ്റിൽ ആവുമെന്ന് വിചാരിക്കുന്നു. സോ വോൾഡ് ഉള്ളവർ ഈ രീതിയിൽ ചെയ്ത് നോക്കാം. വസീറെക്സ് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മൾ മൈൻഡ് സെറ്റ് ലിമിറ്റ് ചെയ്ത് എനിക്ക് വോൾഡ് മാത്രം മതി, വോൾഡ് ശരിയായിട്ട് ഞാൻ ചെയ്യൂ, അങ്ങനെയൊന്നുമില്ല. ഫ്രീ അക്കൗണ്ടാണ്. ഏത് വേണം, നമുക്ക് ഏതാണോ സൗകര്യം, അല്ലെങ്കിൽ നമുക്ക് കാശുണ്ടാക്കാനുള്ള അവസരങ്ങൾ എവിടെയുണ്ടോ അതൊക്കെ വിനിയോഗിക്കുക. കൂടുതലൊന്നും പറയാനില്ല. ബാക്കിയൊക്കെ ഇവരുടെ സപ്പോർട്ട് ടീമായിട്ട് ചാറ്റ് ചെയ്ത് കണ്ടുപിടിക്കുക. പറഞ്ഞു വീണ്ടും പല കാര്യങ്ങളിലേക്ക് പോകണം, ബിക്കോസ് ഇതൊക്കെ അഡ്രസ് ചെയ്യേണ്ടതാണ്. നമ്മുടെ അടുത്ത് ഏറ്റവും കൂടുതൽ വരുന്ന കൊറികൾക്ക് ഞാൻ മറുപടി എടുത്തില്ലെങ്കിൽ പിന്നെ ആരാ തരാ? സോ ഡെൽറ്റ പ്ലാറ്റ്ഫോം ഇതാണ്. ഇത് ഞാൻ പറഞ്ഞു, നിങ്ങൾ എടുക്കേണ്ടത് ആകെ നേരെ പോയി ഓപ്ഷൻ പേജിലേക്ക് വരാം, വേറെ ഒന്നും ചെയ്യേണ്ട. ഓപ്ഷൻ പേജിലേക്ക് വന്നാൽ ഇങ്ങനെ ഒരു സ്ക്രീനിലേക്കായിരിക്കും വരാം. ഓപ്ഷനെ പറ്റി എന്താണെന്ന് അറിയില്ലാത്തവർക്ക് മാത്രമാണ് ഇതൊരു കോംപ്ലിക്കേറ്റഡ് സ്ക്രീനായി. ഇപ്പം നിങ്ങളൊരു ട്രേഡിങ്ങിനെ പറ്റി ഒന്നും അറിയില്ല, ഓപ്ഷൻ ട്രേഡിംഗ് എന്താണെന്ന് പോലും അറിയില്ലെങ്കിൽ ഈ സ്ക്രീനിലേക്ക് വന്നാൽ നിറച്ച് നമ്പേഴ്സ്, പെർസെൻറ്റേജ്, ചൊമ്പ പച്ച, ഇത്രയും നിങ്ങൾക്ക് തോന്നുള്ളൂ. എന്നാൽ ഓപ്ഷനെ പറ്റി ബേസിക് കാര്യം അറിയാവുന്നവർക്ക് നോക്കും, ഷേടാ ഇത്രയും നല്ല അവസരം ഇവിടെ ഉണ്ടോ? നമ്മൾ ഉപയോഗിക്കുന്ന ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഉപയോഗിക്കുന്ന സെറോദ അപ് സ്റ്റോക്സ് ഒക്കെ എടുക്കുമ്പം ഈ സാധനം കിട്ടാൻ വേണ്ടി എന്തോരം പാടുപെടണം എന്നറിയോ? അതും ഞാൻ എൻ്റെ തൊട്ട് മുമ്പത്തെ വീഡിയോസ് പറഞ്ഞിട്ടുണ്ട്. ഓപ്ഷൻ ചെയിൻ അനാലിസിസ് ഒക്കെ ചെയ്യുന്ന വീഡിയോസിൽ നമ്മൾ ഓപ്ഷൻ ചെയിനൊക്കെ ഗൂഗിളിൽ നിന്ന് ഓപ്ഷൻ ചെയിൻ എടുത്ത് അതിൽ ഡേറ്റ് മാറ്റി ഇവിടെ നോക്കിയേ നേരെ ആ പേജിലേക്ക് പോകുന്നു. ഒരൊറ്റ സ്ക്രീനിൽ ബൈയും സെല്ലും ഓപ്ഷൻ ചെയിനും സ്ട്രൈക്കുകളും എല്ലാം കിട്ടി. ഇതാണ് ഞാൻ പറയുന്നത്. തൊട്ട് മുമ്പത്തെ വീഡിയോ പറഞ്ഞ പോലെ ഡെൽറ്റ സൂപ്പർ പ്ലാറ്റ്ഫോമാണ്. ഇവർ ഡെൽറ്റ കാശ് എന്ന് പറയിപ്പിക്കുന്നൊന്നുമല്ല കേട്ടോ. ഞാൻ ഉപയോഗിച്ച് നമ്മളിപ്പോൾ ഇതുപോലെ എനിക്കൊരു വരുമാനം കിട്ടുന്നതുകൊണ്ടും സിമ്പിളാണ്, നിങ്ങൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഡെൽറ്റ സൂപ്പറാന്ന്. ഞാൻ ഉപയോഗിച്ചിട്ടുള്ളതിൽ ഓപ്ഷൻ ചെയ്യുന്നതിൽ ഏറ്റവും സുഖകരമായ പ്ലാറ്റ്ഫോം ഡെൽറ്റ തന്നെയാണ്, പറയാണ്ടിരിക്കാൻ നിവൃത്തിയില്ല. സോ ഇങ്ങനെ ഒരു പേജിലേക്കായിരിക്കും പോകുന്നത്. ഈ ഓപ്ഷൻ ചെയിനിയൊന്നും പറ്റി ഞാൻ ഒന്നും പറയാൻ നിൽക്കുന്നില്ല. ഇതിനെപ്പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഓപ്ഷൻ സീരീസിൽ പറഞ്ഞിട്ടുണ്ട്. സോ അതുകൂടിയും പറഞ്ഞോട്ടെ, നിങ്ങൾക്ക് ഓപ്ഷൻ ട്രേഡിംഗ് അറിയില്ലെങ്കിൽ നമ്മൾ ഓപ്ഷനെ പറ്റി ഒരു സീരീസ് ഓഫ് വീഡിയോ ചെയ്തു. ഇപ്പോൾ 7-8 വീഡിയോസ് ആയി. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഇവിടെ ഐ ബട്ടണിലും കൊടുക്കുന്നുണ്ട്. നമ്മുടെ F&O സീരീസ് കണ്ടിട്ട് വരാം. ഞാൻ മുമ്പ് വീഡിയോസിലും പറയാറുള്ളത് പോലെ ഓപ്ഷൻ എന്ന് പറയുന്ന സാധനം സെയിം ആണ്. അത് എന്തിൽ ചെയ്യുന്നു എന്നുള്ളതിൽ കൺസെപ്റ്റ് ഇല്ല. ഓപ്ഷനെ പറ്റി പഠിക്കുക. ഓപ്ഷൻ എന്താണ്, ഓപ്ഷൻ ചെയിൻ എന്താണ്, കോൾ ഓപ്ഷൻ എന്താണ്, പുട്ട് ഓപ്ഷൻ എന്താണ്, ഇതറിയാവുന്നവന് ഏതിലും ചെയ്യാം. സോ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ആ വീഡിയോ സീരീസ് കാണാൻ ഉപകാരപ്പെടും. അത് കണ്ടിട്ട് വന്നാൽ ഈ ഓപ്ഷൻ ചെയിൻ്റെ കൺഫ്യൂഷൻസ് ഒക്കെ മാറും. സോ ഓപ്ഷൻ എടുക്കുമ്പോൾ ഇങ്ങനെ ഒരു പേജിലേക്കാണ് വരാം. സോ ഇവിടെ ആദ്യം നിങ്ങൾക്ക് കുറേ കോയിൻസ് കാണാം. ഇവിടെ ബിറ്റ് കോയിൻ ഉണ്ട്, എതേറിയം ഉണ്ട്, ബിനാൻസ് ഉണ്ട്, കുറേ കോയിൻസ് ഉണ്ട്. നമ്മൾ ബിറ്റ് കോയിൻ മാത്രം എടുത്തായിട്ടോ. ഓപ്ഷൻ ചെയ്യുമ്പോൾ 100 കൂട്ടം കോയിൻസിനെ ഒന്നും നോക്കണ്ട. നമ്മൾ നേരത്തെ ഷിബ INU ഒക്കെ അന്വേഷിച്ചെടുക്കുന്ന ഒത്തിരി പേരുണ്ട്. ഒന്നും വേണ്ട, ബിറ്റ് കോയിനിൽ മാത്രം ഓപ്ഷൻ ചെയ്താൽ മതി. ബിക്കോസ് ഏറ്റവും കൂടുതൽ മൂവ്മെന്റും നമ്മുടെ നാട്ടിൽ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി പോലെ നമുക്ക് വിശ്വസിക്കാവുന്ന ഒരു സാധനമാണ് ബിറ്റ് കോയിൻ. സോ ഇവിടെ ഡിഫോൾട്ടായിട്ട് ബിറ്റ് കോയിൻ എടുക്കുക. ചെയ്യാട്ടോ, ബിനാൻസിലും എതേറിയത്തിലൊക്കെ ചെയ്യാം, അവസരങ്ങളുണ്ടെങ്കിൽ ചെയ്യാം. ബട്ട് ഞാൻ കൂടുതൽ ചെയ്യാറ് ബിറ്റ് കോയിനിലാണ്, അതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രം. ബിറ്റ് കോയിൻ എടുക്കുന്നു. ദെൻ താഴെയാണ് എക്സ്പയറി. ഓപ്ഷൻ അറിയാവുന്ന നമുക്ക് ഇതൊന്നും കൂടുതൽ പറഞ്ഞു കൊടുക്കണ്ട. ഇതിൽ കറണ്ട് എക്സ്പയറി ഉണ്ട്. അത് ഞാൻ പറഞ്ഞിട്ട് ക്രിപ്റ്റോ കറൻസിയിലെ ഓപ്ഷൻ എല്ലാ ദിവസവും എക്സ്പയറി ഉണ്ട്. ഇത് കറണ്ട് എക്സ്പയറി ആണ്. നമ്മളിപ്പോൾ എടുത്ത് പ്രോഫിറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നതും ഈ സെയിം എക്സ്പയറിയിലാണ്. ഒന്ന് നോക്കിക്കോട്ടെ അതിൻ്റെ അവസ്ഥ. യെസ്, സേഫ് ആണ്.
ഓക്കെ. ദെൻ സെക്കൻഡ് കോളം എക്സ്പയറി ആണ്, അത് ചെയ്തെടുക്കാം 27 മാർച്ച്. ഇപ്പൊ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് 26 മാർച്ചിലാണ്. 27 മാർച്ച് ഉണ്ട്, 1 ഏപ്രിൽ, 8 ഏപ്രിൽ, അങ്ങനെ കുറേ എക്സ്പയറികൾ അവൈലബിൾ ആണ്. വീക്ക്ലി, മന്ത്ലി, ഡെയിലി, ക്വാർട്ടർലി കുറേ എക്സ്പയറി ഉണ്ട്. സോ നിങ്ങൾക്ക് ഏത് വേഗം എടുക്കാം. ഇന്നത്തെ സ്ട്രാറ്റജി നമ്മൾ എടുക്കുന്നത് ഡെയിലി എക്സ്പയറിയിലാണ്. എല്ലാ ദിവസവും ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രാറ്റജിയാണ്. മെയിൻലി ആ സ്ട്രാറ്റജി ഇപ്പോൾ ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് ബുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സ്ട്രാറ്റജി പഠിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് വന്നിരിക്കുന്നത്. അത് ഡെയിലി എക്സ്പയറിയിലാണ് നമ്മൾ എടുക്കേണ്ടത്. ഇന്നത്തെ തന്നെ എക്സ്പയറി എടുക്കുക. ദെൻ വേറെ ഒന്നും എടുക്കേണ്ട കാര്യമില്ല. ഇതാ അതിന്റെ ചാർട്ട് ഇവിടെ താഴെ വന്നു. നിങ്ങൾക്കറിയാം ഇതിനെ ഓപ്ഷൻ ചെയിൻ അനാലിസിസ് നമ്മൾ ഓപ്ഷൻ ചെയിൻ പഠിപ്പിച്ചപ്പം ഡെൽറ്റ എക്സ്ചേഞ്ചിൽ ഓപ്ഷൻ ചെയിൻ ഞാൻ കാണിച്ചു തന്നതാണ്. ഓപ്ഷൻ ചെയിനെ 3 ആക്കി തിരിക്കാം. ലെഫ്റ്റ് സൈഡിലുള്ളത് കോൾ ഓപ്ഷൻ, നടുക്കുള്ളത് സ്ട്രൈക്ക്, റൈറ്റ് സൈഡിൽ പുട്ട് ഓപ്ഷൻ. ഇതിൽ തന്നെ ഈ പച്ചയിൽ കാണുന്നതാണ് ഇതിന്റെ ഇപ്പോഴത്തെ പ്രീമിയം. 44,600 പ്രീമിയം 27, 44,500 63, അങ്ങനെ മുകളിലേക്ക് പോകുന്നതോറും പ്രീമിയം കൂടി വരുന്നു. പുട്ട് ഓപ്ഷന്റെ താഴേക്ക് വരുന്നതോറും പ്രീമിയം കൂടി വരുന്നു. സോ ഇത് ബൈയും സെല്ലും ചെയ്യുന്നതിന് മുമ്പ് എങ്ങനെയാണ് നമ്മൾ ഈ ഒരു സ്ട്രാറ്റജിയിലേക്ക് എത്തിയത്, അല്ലെങ്കിൽ ഈ സ്ട്രാറ്റജിയുടെ കണ്ടീഷൻസ് എന്താണെന്ന് നോക്കാം. അതിനുവേണ്ടി ചാർട്ടിലേക്ക് പോകാം. എല്ലാവർക്കും വേണ്ട ഒരു സാധനം കേട്ടോ. കാര്യം ഇതിലും ചാർട്ട് കിട്ടും, ഇതിലും ഈ പറയുന്ന ചാർട്ട് ഉണ്ട്. പക്ഷെ ഇതിലെ ചാർട്ട് അത്ര സുഖകരമല്ല. ചാർട്ടിന് വേണ്ടി എപ്പോഴും ദ ബെസ്റ്റ് എന്താണ്? ട്രേഡിംഗ് വ്യൂ. ഏറ്റവും ബെസ്റ്റ് ചാർട്ട് കൊടുക്കുന്നത് ട്രേഡിംഗ് വ്യൂ തന്നെയാണ്. ജസ്റ്റ് ഗൂഗിളിൽ ട്രേഡിംഗ് വ്യൂ എടുത്താൽ മതി. സോ ട്രേഡിംഗ് വ്യൂയിലേക്ക് വന്നു. ഇതാണ് ബിറ്റ്കോയിന്റെ ചാർട്ട്. നമ്മൾ സെർച്ച് ചെയ്യേണ്ടതും അങ്ങനെയാണ്. കണ്ടില്ല ഇവിടെ BTC USDT ആണ് എടുക്കേണ്ടത്. ഇതാ ബിറ്റ്കോയിൻ തെതർ. നിങ്ങൾക്ക് രണ്ടും എടുക്കാം കേട്ടോ. ബിറ്റ്കോയിൻ USD എടുക്കാം, ബിറ്റ്കോയിൻ USDT എടുക്കാം. ഏത് ചാർട്ടിൽ വേണമെങ്കിലും അനലൈസ് ചെയ്യാം. ഓക്കെ. സോ ഇതാണ് ബിറ്റ്കോയിൻ USDTയുടെ ചാർട്ട്. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ കാണുന്ന ട്രേഡ് എടുത്ത് ഇപ്പൊ കാണുന്ന ഈ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുള്ളത്. എത്രയായി? 37. ഓരോ 5 മിനിറ്റിലും ഓരോ ഡോളർ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ റുപ്പി അല്ല, ഡോളറാണ് കേട്ടോ. ഒരു ഡോളർ 75-76 രൂപയുണ്ട്. 37 ഡോളറായി. വെറുതെ ഇരിക്കുമ്പോൾ പ്രോഫിറ്റ് കൂടുന്നുണ്ടോ? ഇടയ്ക്കിടയ്ക്ക് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ വഴി തിരിക്കാൻ നോക്കുന്നില്ല. ഇത് നമ്മളുടെ എക്സ്പീരിയൻസ് കൊണ്ട് ആലോചിക്കണം. ഇന്നും ഇന്നലെയും പ്രോഫിറ്റ് ആയതല്ല. നമ്മൾ ഇത്രയും നാളത്തെ ട്രേഡിംഗ് എക്സ്പീരിയൻസ് ഓപ്ഷനിൽ ഉള്ളത് കൊണ്ടാണ് ട്രേഡിംഗ് ആയത്. എങ്കിലും നിങ്ങൾക്കും അത്ര പാടുണ്ടെന്ന് തോന്നുന്നില്ല. ഈ സ്ട്രാറ്റജി ബേസ് നിങ്ങൾക്കും സിമ്പിളായിട്ട് കാശ് ഉണ്ടാക്കാം. സ്ട്രാറ്റജിയിലേക്ക് പോകാം. എന്താണ് സ്ട്രാറ്റജി? ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാവുന്ന സ്ട്രാറ്റജിയാണെന്ന് പറയാൻ കാരണം ഇത് റേഞ്ച് ബൗണ്ട് സ്ട്രാറ്റജിയാണ്. ബിറ്റ്കോയിന്റെ മാർക്കറ്റ് റേഞ്ചിൽ നിൽക്കുവാണെങ്കിൽ, അതായത് ഒരു റേഞ്ച് നിശ്ചിത പരിധിക്കുള്ളിൽ നിൽക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാശ് ഇതുപോലെ കിട്ടിക്കൊണ്ടേയിരിക്കും. ഈ കാണുന്ന സാധനം മുന്നോട്ടും ഇങ്ങനെ തന്നെ നിൽക്കുവാണെങ്കിൽ എൻ്റെ P&L പതുക്കെ കൂടിക്കൊണ്ടിരിക്കും. ഇതിന്റെ എക്സ്പയറി 5:30 വരെ. എല്ലാ ദിവസവും 5:30 സെറ്റിൽ ആവും. അപ്പൊ 5:30 ഞാനിത് വിട്ടോളണം കേട്ടോ. അതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ക്രിപ്റ്റോൾ എക്സ്പയറി ഇന്ത്യൻ ടൈമിംഗ് അനുസരിച്ച് 5:30 ആണ്. വൈകിട്ട് 5:30. എല്ലാ ദിവസവും 5:30. ഗ്ലോബൽ ടൈമിംഗ് അനുസരിച്ച് രാത്രി 12 മണിക്കാണ്. അത് ഇന്ത്യൻ ടൈമിംഗ് 5:30 ആണ്. സോ 5:30 മുമ്പ് നിങ്ങളിത് സ്ക്വയർ ഓഫ് ചെയ്യണം. സോ എന്താ പറഞ്ഞു വന്നത്? ബിറ്റ്കോയിൻ ഞാൻ ഇന്ന് രാവിലെ എടുത്ത് നോക്കിയപ്പോൾ ഈ ഒരു റേഞ്ച് രാവിലെ തൊട്ട് ഈ ഒരു റേഞ്ചിൽ നിൽക്കുകയാണ്. സോ എന്റെ പ്രൊഡിക്ഷൻ എന്താണ്? ഈ റേഞ്ചിൽ തന്നെ ഇന്ന് വൈകുന്നേരം 5:30 ഇന്നത്തെ കോൺട്രാക്ടിന്റെ എക്സ്പയറി ടൈം 5:30 എന്ന് പറഞ്ഞല്ലോ. ഇന്ന് 5:30 ആകുമ്പോഴും ഈ റേഞ്ചിൽ തന്നെയായിരിക്കും നിൽക്കുക എന്നുള്ളൊരു ഐഡിയയിൽ ഞാൻ എടുത്തിരിക്കുന്ന ഒരു സ്ട്രാറ്റജിയാണ്. ഇത് ഫേമസ് ആവാൻ കാരണം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, മാർക്കറ്റുകളിൽ അതിപ്പോൾ ഇന്ത്യൻ മാർക്കറ്റ് നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി ആയാലും ശരി, ക്രിപ്റ്റോ ആയാലും ശരി, മാർക്കറ്റുകളുടെ സ്ഥായിയായ ഭാവം റേഞ്ചാണ്. എന്തെങ്കിലും പോസിറ്റീവ് ന്യൂസോ നെഗറ്റീവ് ന്യൂസോ ഉണ്ടെങ്കിൽ മാത്രമേ മാർക്കറ്റ് മുകളിലേക്കും താഴേക്കും പോവുള്ളൂ. അല്ലാത്ത പക്ഷം മാർക്കറ്റ് ഇങ്ങനെ ഒച്ചയിടയിലെ പോയിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ 80% സമയങ്ങളിലും മാർക്കറ്റ് റേഞ്ച് ബൗണ്ട് ആയിരിക്കും. റേഞ്ച് ബൗണ്ട് ആണെങ്കിൽ 80% സമയങ്ങളിലും നിങ്ങൾക്ക് ഈ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം. അപ്പോൾ ഇത്തിരി സന്തോഷമുള്ള കാര്യമല്ലേ? 80% പ്രോഫിറ്റ് കിട്ടും. അപ്പോൾ പലരും ചോദിക്കും, സോ ഈ സ്ട്രാറ്റജിക്ക് 80% സക്സസ് റേഷ്യോ ഉണ്ടോ? ഉണ്ടെന്ന് പറയാം കേട്ടോ. ഈ സ്ട്രാറ്റജിക്ക് 80% സക്സസ് റേഷ്യോ ഉണ്ട്. പ്രൊവൈഡഡ് എന്ത് വേണം? ഞാനിവിടെ 2 ബ്ലാക്ക് ലൈൻ വരച്ചു വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ? ഒരു 44,700 44,300. അതായത് ബിറ്റ്കോയിൻ $44,300 $44,700 ഇടയിൽ നിന്ന് കഴിഞ്ഞാൽ എൻ്റെ P&L ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും, എൻ്റെ പ്രോഫിറ്റ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. ഇതാണ് സ്ട്രാറ്റജി. അപ്പോൾ ഒരു പ്രശ്നമുള്ളത്, ഇത് വിട്ട് പുറത്തേക്ക് പോയാൽ, ഈ റേഞ്ചിൽ നിന്ന് എവിടെയെങ്കിലും തട്ടി ഒരൊറ്റ ഫോൾ ഉണ്ടായി താഴേക്ക് വന്നാൽ അപ്പോൾ താളം തെറ്റും. എൻ്റെ സ്ട്രാറ്റജി പതുക്കെ ലോസിലേക്ക് വരും. എൻ്റെ P&L പോകില്ല. ബിക്കോസ് താഴേക്ക് വന്നാലും എനിക്ക് പ്ലാൻ ഉണ്ട്. ഐ ഹാവ് പ്ലാൻ B. താഴേക്ക് വന്നാൽ അടുത്ത പ്ലാൻ ഉണ്ട്. ഞാൻ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് അറിയില്ലാത്തവർക്ക് ഈ സ്ട്രാറ്റജി മാത്രമേ അറിയുള്ളൂ. ഇങ്ങനെ എടുത്തു വെച്ചിരിക്കുന്നു. ഇപ്പോൾ പ്രോഫിറ്റിലാണ്. പെട്ടെന്നൊരു ഫോളോ വന്നു കഴിഞ്ഞാൽ ഇതിൽ വരും. പക്ഷെ അത് ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കുറവാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 80% കൂടുതൽ സക്സസ് കിട്ടുന്ന ഒരു സ്ട്രാറ്റജിയാണ് ഇതെന്ന്. നമുക്ക് സ്ട്രാറ്റജിയിലേക്ക് പോകാം. എന്താണ് ഈ സ്ട്രാറ്റജി? അപ്പോൾ പലരും ചോദിക്കും, സാർ ഇത് ബിറ്റ്കോയിനിൽ മാത്രമേ പറ്റുള്ളൂ, നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, ഇന്ത്യൻ മാർക്കറ്റിൽ പറ്റില്ല? ഇന്ത്യൻ മാർക്കറ്റിലും പറ്റും. എല്ലാവർക്കും ഉപയോഗിക്കുന്ന സ്ട്രാറ്റജിയാണ്. നമ്മളും വരും ദിവസങ്ങളിൽ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലൊക്കെ സ്ട്രാറ്റജി ചെയ്ത് നിങ്ങളെ കാണിക്കാം. ഇതിനു മുമ്പ് 1-2 വീഡിയോ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്താണ് നമുക്ക് സ്ട്രാറ്റജി പഠിക്കുമ്പോൾ മനസ്സിലാവും. നമ്മൾ ഈ ചെയ്ത സ്ട്രാറ്റജിയുടെ പേരാണ് ഷോർട്ട് സ്ട്രാങ്കിൾ. പേരൊന്നും കേട്ട് ചേട്ടണ്ട. സംഭവം എന്താണെന്ന് വെച്ചാൽ വളരെ സിമ്പിൾ ആണ്. ബിറ്റ്കോയിന്റെ ഇപ്പോഴത്തെ വില 45,000 രൂപയായിരിക്കും. 45,000 ആണ് ബിറ്റ്കോയിന്റെ കറന്റ് പ്രൈസ്, അതായത് CMP കറന്റ് മാർക്കറ്റ് പ്രൈസ്. ബിറ്റ്കോയിന്റെ കറന്റ് മാർക്കറ്റ് പ്രൈസ് 45,000 ആണ്. ഓക്കെ. ഇനി എന്താ സ്ട്രാറ്റജി വെച്ചാൽ വളരെ സിമ്പിൾ ആണ്. അതിന് തൊട്ട് മുകളിലുള്ള ഏതെങ്കിലും നമുക്ക് മനസ്സിലാവുന്ന റേഞ്ച്, ഞാൻ നേരത്തെ പറഞ്ഞ റേഞ്ചിൽ ഇപ്പോഴത്തെ നോക്കി ബിറ്റ്കോയിന്റെ വില നോക്കി 44, ഏകദേശം ആ റേഞ്ച് തന്നെ. $44,499 ആണ്
ബിറ്റ് കോയിൻ്റെ അപ്പോഴത്തെ വില. അപ്പോൾ ഞാൻ കുറച്ച് മുകളിലേക്കുള്ള 44,900 ഒരു വര വരച്ചു, 44,300 ഒരു വര വരച്ചു. സോ ഇവിടുത്തെ കേസിൽ പോയാൽ എന്തായിരിക്കും? ഇവിടുത്തെ കേസിൽ നമുക്ക് വരച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ എടുക്കേണ്ടത് കുറച്ച് മുകളിലുള്ള ഒരു എക്സാമ്പിൾ പറഞ്ഞ ഒരു 1000 പോയിന്റ്, 46,000 കുറച്ച് താഴെയുള്ള 44,000 എന്തെടുക്കണം? മുകളിലേക്കുള്ള ഔട്ട് ഓഫ് ദി മണിയിൽ കോൾ ഓപ്ഷൻ 46,000 കോൾ ഓപ്ഷനും ഔട്ട് ഓഫ് ദി മണിയിലുള്ള പുട്ട് ഓപ്ഷനും 44,000 പുട്ട് ഓപ്ഷനും സെല്ല് ചെയ്യുക. ഇത് രണ്ടും ചെയ്യേണ്ടത് സെല്ലാണ്. സെൽ ബൈ അല്ല, സെല്ലിംഗ് സ്ട്രാറ്റജിയാണ്. ഈ സ്ട്രാറ്റജിയുടെ പേരാണ് ഷോർട്ട്. അതങ്ങനെയാണല്ലോ, ഷോർട്ട് എന്ന് പറഞ്ഞാൽ സെല്ല്. ലോങ് സ്ട്രാങ്കിൾ, ഇത് തന്നെ ലോങ്ങും ഉണ്ട്. അപ്പൊ എന്ത് വേണം? ലോങ് സ്ട്രാങ്കിൾ എന്നുള്ള സ്ട്രാറ്റജിയാണ് ബൈ വേണം, ഷോർട്ട് സ്ട്രാങ്കിൾ എന്നുള്ള സ്ട്രാറ്റജി സെല്ലാണ്. ഇത് ഞാൻ റഫായിട്ട് പറഞ്ഞുമാണ്. ഞാൻ എൻ്റെ ഓപ്ഷൻ സീരീസ് പറഞ്ഞ പോലെ നമ്മളൊരു അടിപൊളി സീരീസ് തുടങ്ങുന്നുണ്ട്, ഹെഡ്ജിങ് സീരീസ്. ഹെഡ്ജിങ് ഒത്തിരി സ്ട്രാറ്റജി ഉണ്ട്. അതിൽ എനിക്കറിയാവുന്ന 10-12 ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഞാൻ ഉപയോഗിക്കുന്ന 10-12 ഹെഡ്ജിങ് സ്ട്രാറ്റജി പഠിപ്പിക്കുന്ന ഒരു അടിപൊളി വീഡിയോ സീരീസ് നമ്മൾ തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇൻ ഡെപ്ത് ഡീറ്റെയിൽ ആയിട്ട് ഏതൊക്കെ കണ്ടീഷൻസിൽ എങ്ങനെ ബൈ ചെയ്യണം, എങ്ങനെ സെല് ചെയ്യണം എന്നൊക്കെ ആ വീഡിയോ സീരീസ് പഠിക്കാം. തൽക്കാലം ബേസിക് ഈ കാര്യങ്ങളൊക്കെ അറിയാവുന്നതിന് വേണ്ടി ഒന്ന് ഓടിച്ച് പറഞ്ഞു എന്ന് മാത്രം. നമ്മൾ എന്താ ചെയ്തത്? ഔട്ട് ഓഫ് ദ മണിയിലുള്ള കോളും പുട്ടും സെല്ല് ചെയ്തു എന്ന് എളുപ്പം പറയാം. ഔട്ട് ഓഫ് ദ മണി, ഇൻ ദ മണി, ഇതൊക്കെ എന്താ അറിയില്ല. തൊട്ട് മുമ്പലത്തെ വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്ത തൊട്ട് മുമ്പലത്തെ വീഡിയോ, ഓപ്ഷൻ സീരീസിലെ തൊട്ട് മുമ്പലത്തെ വീഡിയോയിൽ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഇൻ ദ മണി, എന്താണ് ഔട്ട് ഓഫ് ദ മണി, എന്താണ് അറ്റ് ദ മണി. സോ ഇവിടെ സിമ്പിൾ ആയിട്ട് ആ ഭാഷയിൽ പറഞ്ഞാൽ ബിറ്റ് കോയിന്റെ അറ്റ് ദ മണി ATM 45,000 ആണ്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു? 46,000 കോൾ ഓപ്ഷൻ ഔട്ട് ഓഫ് ദ മണി, 44,000 പുട്ട് ഓപ്ഷൻ ഔട്ട് ഓഫ് ദ മണി, ഈ രണ്ട് സാധനവും സെല്ല് ചെയ്തിരിക്കുന്നു. സെയിം ലോട്ട് സെയിം എക്സ്പയറി. അതുകൂടി പറഞ്ഞോളട്ടെ, അത് ചെയ്യേണ്ടത് സെയിം ലോട്ട് സെയിം ആയിരിക്കണം, സെയിം എക്സ്പയറി സെയിം ആയിരിക്കണം. ഇതിൽ മാറ്റമില്ല കേട്ടോ. ഇതാണ് കണ്ടീഷൻസ് ഉള്ളത്. സോ ഈ സ്ട്രാറ്റജിയാണ് ഷോർട്ട് സ്ട്രാങ്കിൾ. എന്താ ചെയ്തത്? ബിറ്റ് കോയിന്റെ എപ്പോഴത്തെ പോലെ 45,000, 46,000 കോളും 44,000 പുട്ടും സെല്ല് ചെയ്തു. ഒരേ ക്വാണ്ടിറ്റി 100 100 സെല്ല് ചെയ്തു, ഇവിടെ 100 സെല്ല് ചെയ്തു. സിമ്പിൾ. അത് സെല്ല് ചെയ്യുക, ഇതുപോലെ റിലാക്സ് ചെയ്തിരിക്കുക. എത്രയായി PNL? 41, 37, $41. $41 എത്ര രൂപയാ? ഞാൻ ഇപ്പൊ വെറുതെ ഇരിക്കുന്നുള്ളൂ, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും അല്ലെ? 41 × 76, 3,100 പ്രോഫിറ്റ്. ഇന്ന് എനിക്ക് വേണമെങ്കിൽ ഞാനും വൈഫോട് സിനിമയ്ക്ക് പോകാൻ പുറത്തുനിന്നൊരു ഡിന്നർ കഴിക്കാം. സോ സ്ട്രാറ്റജി ഇത്ര സിമ്പിളാണ്. എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എടുക്കേണ്ട പണിയും സിമ്പിളാണ്. ചുമ്മാ കൈ കെട്ടി ട്രേഡിംഗ് വ്യൂവിലെ ബിറ്റ് കോയിന്റെ ചാർട്ട് ഇതുപോലെ നോക്കിക്കൊണ്ടിരുന്നാൽ മതി. ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക, ഇവിടെ നോക്കാം, PNL നോക്കാം. PNL 42 ഇങ്ങനെ ഓരോ ഡോളർ കൂടിക്കൊണ്ടിരിക്കും. ഞാൻ പറയുമ്പോൾ അത്ര ലാഘവത്തിൽ പറയുമെങ്കിലും സംഭവം ശരിയാണ്. ഒരേ ഒരു കണ്ടീഷൻ ഞാൻ നേരത്തെ പറഞ്ഞു. എന്താണ്? ഈ റേഞ്ചിൽ നിൽക്കണം. എത്ര നേരം ഈ മാർക്കറ്റ് ഇതിന്റെ ഈ റേഞ്ചിൽ നിൽക്കുന്നു, അതായത് മാർക്കറ്റ് ചിലപ്പോൾ ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ മോളിൽ പോവും, ഇവിടെ നിന്ന് ഇങ്ങനെ താഴെ വരും, പിന്നെ ഇങ്ങനെ മോളിൽ പോവും. ഈ റേഞ്ച് എപ്പോൾ ബ്രേക്ക് ചെയ്യാതിരിക്കുന്നോ അതുവരെ, താഴേക്കുള്ള റേഞ്ചും എപ്പോൾ ബ്രേക്ക് ചെയ്യാതിരിക്കുന്നോ അതുവരെ ഞാൻ സേഫാണ്. അതുവരെ എൻ്റെ PNL ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട്. സോ അതാണ് ഈ സ്ട്രാറ്റജി. ഇനി വീണ്ടും പറയേണ്ട കാര്യമില്ലല്ലോ. സ്ട്രാറ്റജിയുടെ പേര് ഷോർട്ട് സ്ട്രാങ്കിൾ. ചെയ്യേണ്ടത് അഡ്ഡ മണിയിൽ നിന്ന് ഒരു നിശ്ചിത പോയിന്റ് മാറി. അതും ഒരു കാര്യമുണ്ട്, പറഞ്ഞില്ല. ഞാനിവിടെ എത്ര പോയിന്റ് മാറിയിട്ടാ? 45,000, 1000 പോയിന്റ് മുകളിലുള്ള ഔട്ട് ഓഫ് ദി മണി, അതായത് 45,000 1000 പോയിന്റ് കൂടി 46,000 കോൾ ഓപ്ഷനും 45,000 1000 പോയിന്റ് താഴെയായിട്ടുള്ള 44,000 പുട്ട് ഓപ്ഷനും സെല്ല് ചെയ്യാം. സെയിം ലോട്ട് സെയിം എക്സ്പയറി. അപ്പൊ 3 കണ്ടീഷൻസ് ഉണ്ട്. ലോട്ട് സെയിം ആയിരിക്കണം, എക്സ്പയറി സെയിം ആയിരിക്കണം, ഈ തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്ര ഔട്ട് ഓഫ് ദ മണി ആണെന്നുള്ളത്. ഇവിടെ 1000 ആണ്. ഞാൻ ഇപ്പൊ എടുത്തിരിക്കുന്നത് എത്രയാണ്? ഞാൻ എടുത്തിരിക്കുന്ന ഏകദേശം 200 പോയിന്റിലുണ്ടോ. ഞാൻ ഇപ്പൊ എടുത്തിരിക്കുന്ന സ്ട്രാറ്റജി അറ്റ് ദ മണിയിൽ നിന്ന് 200 പോയിന്റ് മുകളിലുള്ള കോൾ ഓപ്ഷനും 200 പോയിന്റ് താഴെയുള്ള ഔട്ട് ഓഫ് ദ മണിയിലുള്ള പുട്ട് ഓപ്ഷനും ചെയ്തിട്ടാണ് ഞാൻ ഈ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത്. ഇതിൽ നിന്ന് ഞാൻ മാക്സിമം എക്സ്പെക്ട് ചെയ്യുന്നത് $49-50 ഉള്ളൂ കേട്ടോ. ഇപ്പൊ തന്നെ 90% ആയി, $41 ആയി. ഏകദേശം ഒരു $45 കഴിയുമ്പോൾ ഞാൻ രണ്ടും എക്സിറ്റ് ചെയ്യും, ലാഭം ബുക്ക് ചെയ്ത് റിലാക്സ് ചെയ്തിരിക്കും. ഇത്രയേ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. അതും നമുക്കിവിടെ അറിയാം. എത്ര രൂപ വരെ എനിക്ക് ഇതിൽ നിന്ന് കിട്ടും എന്നും വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് മുന്നേ പ്രെഡിക്റ്റ് ചെയ്യാം. അതും എങ്ങനെയാണ് നമുക്ക് മുന്നോട്ട് പോകുമ്പം ഡെൽറ്റയിൽ അതിനുള്ള അവസരമുണ്ട്. അതും ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് എന്നുള്ളത്. സോ വെരി ഇൻട്രസ്റ്റിംഗ് അല്ലേ? സേഫ്. ആർക്കാ ഇഷ്ടമല്ലാത്തത്? വെറുതെ ഇരുന്ന് കാശ് കിട്ടുമെങ്കിൽ എല്ലാ മലയാളികൾക്കും ഇഷ്ടപ്പെടും. സോ ഒട്ടും മടിക്കണ്ട, ഇങ്ങനെ തന്നെ കിട്ടും. നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഇതുപോലെ പോസ്റ്റ് ചെയ്യാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അക്കൗണ്ട് ഇല്ലെങ്കിൽ ഓടിപ്പോയി ഡെൽറ്റയിൽ അക്കൗണ്ട് ചെയ്യാം, നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. എപ്പോഴാണോ ഞാൻ ഈ ട്രേഡ് എടുക്കുന്നത് ഞാൻ ഈ ഗ്രൂപ്പിലിടാം, നിങ്ങൾക്ക് കൊടുക്കാം. ലാഭമായാലും നഷ്ടമായാലും ചില ദിവസങ്ങൾ നഷ്ടം വരുമെന്ന് വരും. പക്ഷേ എൻ്റെ ഒരു അനുഭവത്തിൽ ഞാൻ ഇതുവരെ ക്രിപ്റ്റോയിൽ ചെയ്തിട്ട് വലിയ നഷ്ടമില്ല. കാരണം മാർക്കറ്റ് ഓൾമോസ്റ്റ് ഈ രൂപത്തിലാണ് ഇരിക്കുന്നത്. ഇനി ഒരു പെട്ടെന്നൊരു മൂവ്മെന്റ് കിട്ടിയാലും എനിക്ക് അതിനെ കവർ ചെയ്യാൻ പറ്റുന്ന ഉറപ്പുണ്ട്. ബിക്കോസ് എനിക്ക് ഈ സ്ട്രാറ്റജി മാത്രമല്ല, എനിക്ക് വേറെയും കുറേ സ്ട്രാറ്റജികൾ അറിയാം. ബിറ്റ് കോയിനിൽ മാത്രമല്ല കേട്ടോ, ഇത് നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ഒക്കെ ചെയ്യാം. എന്നായിരിക്കും ചെയ്യാൻ പറ്റുന്നത്? എക്സ്പയറി ഡേറ്റിൽ. നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി ഒക്കെ എക്സ്പയർ ചെയ്യുമ്പോൾ, അതായത് എല്ലാ വ്യാഴാഴ്ചകളിലും നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ഉപയോഗിക്കാവുന്ന ഒരു സ്ട്രാറ്റജി കൂടിയാണിത്. ബട്ട് ഒരു കണ്ടീഷൻ,
നിങ്ങൾ ഈ പറയുന്ന റേഞ്ചിൽ എക്സ്പയർ ആവണം. അതായത് ഇന്ത്യൻ മാർക്കറ്റ് ആണെങ്കിൽ വൈകിട്ട് 3:30 ക്ലോസ് ചെയ്യുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ റേഞ്ചിലാണെങ്കിൽ മാത്രമേ ഈ കാര്യം നടക്കുള്ളൂ കേട്ടോ. റേഞ്ചിൽ അല്ലെങ്കിൽ കാര്യം നടക്കില്ല. അതുമല്ല ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഈ കാശ് പോരാ. ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ സെല്ല് ചെയ്യണമെങ്കിൽ നല്ല ക്യാപിറ്റൽ വേണം. ഇവിടെ അത്രയും വേണ്ട. അതാണ് ക്രിപ്റ്റോന്റെ ഗുണം. അപ്പൊ ശനി ഞായറും മാത്രമാണോ ക്രിപ്റ്റോയിൽ കാശുണ്ടാക്കാൻ പറ്റുള്ളൂ? അല്ല. ഇവിടെ ആഴ്ചയിലെ 7 ദിവസവും 24 മണിക്കൂറും ഓപ്പൺ ആണ് ക്രിപ്റ്റോ മാർക്കറ്റ്. 7 ദിവസവും നിങ്ങൾക്ക് ഈ സ്ട്രാറ്റജി പരീക്ഷിക്കാം ക്രിപ്റ്റോയിൽ. സോ നിങ്ങൾക്ക് ഇൻഡെക്സ് ഓപ്ഷൻ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും സെല്ല് ചെയ്യാൻ കാശില്ലാത്തവരാണോ? ക്രിപ്റ്റോയിൽ ചെയ്തോ, കാശ് വേണ്ട. എന്താ കാര്യം? ഇവിടെ 100 മടങ്ങ് വരെ ലിവറേജ് കിട്ടും. അതാണ് ഇതിന്റെ പ്രത്യേകത. ക്രിപ്റ്റോയിൽ ഓപ്ഷൻ സെല്ല് ചെയ്യാൻ 100 ടൈംസ് ലിവറേജ് കിട്ടും. പക്ഷെ അത്രയൊന്നും എടുക്കണ്ട. ഒരു 25 മാക്സിമം 50 ടൈംസ് ലിവറേജ് എടുക്കുക. കയ്യിലുള്ള ഫണ്ടും ഒരു 50 മടങ്ങ് ലിവറേജ് കൂടി എടുത്ത് സെല്ല് ചെയ്യുക. സിമ്പിൾ ആയിട്ട് നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും. ഇനി ഡെൽറ്റ പ്ലാറ്റ്ഫോമിൽ നമ്മൾ എങ്ങനെ ചെയ്തു നോക്കാം. നമ്മൾ ഡെൽറ്റ എടുക്കുന്നു, ബിറ്റ് കോയിൻ എടുക്കുന്നു. എപ്പോഴും ഇത് നോക്കണം കേട്ടോ. എക്സ്പയറി എപ്പോഴും നോക്കണം. അടുത്ത എക്സ്പയറി, ഇന്നത്തെ എക്സ്പയറി. ഇപ്പോൾ ഞാൻ ടൈം 3:52, ഏകദേശം 4 മണിയായി. എനിക്ക് 1.5 മണിക്കൂർ കൂടെ ഉള്ളൂ. 1.5 മണിക്കൂർ കൊണ്ട് എനിക്ക് എന്ത് കിട്ടണം? ഈ പ്രോഫിറ്റ് ഒരു 49 വരുന്നതാണ് ഞാൻ പറഞ്ഞത്. സോ 1.5 മണിക്കൂർ കൂടി ഉള്ളൂ. അതാത് എക്സ്പയറി എടുക്കുക. വൈകിട്ട് 5:30 എക്സ്പയറി ആവും. സോ ഏറ്റവും ബെസ്റ്റ് ഒരു ഉച്ചയ്ക്ക് ഒരു 12 മണി 1 മണിക്കുള്ളിൽ എൻട്രി ചെയ്യാം. സോ അങ്ങനെ തന്നെ നമ്മൾ നേരെ ഓപ്ഷൻ ചെയിനിലേക്ക് പോകുന്നു. ഡേറ്റ് മാറ്റി എക്സ്പയറി ഇന്ന് എടുത്തു. ഇതിൽ കാണാം, ഞാൻ ഇപ്പോൾ വിട്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. 44,300 പുട്ട് ഓപ്ഷൻ സെല്ല് ചെയ്തു. അതുപോലെ തന്നെ 44,700 കോൾ ഓപ്ഷനും സെല്ല് ചെയ്തിട്ടാണ് ഈ പ്രോഫിറ്റ് നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത്. ഇതിൽ നിങ്ങൾക്ക് കാണാം മുകളിൽ പുട്ട് ഓപ്ഷൻ ബിറ്റ് കോയിൻ 44,300, എക്സ്പയറി 26.03. താഴെ കോൾ ഓപ്ഷൻ BTC 44,700, അതിന്റെ എക്സ്പയറി 26/3 മാർച്ച് 26-ാം തീയതി. അതും നമ്മുടെ ചാർട്ടിൽ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം. ഇതാണ് ബിറ്റ് കോയിന്റെ ചാർട്ട്. സോ ബിറ്റ് കോയിന്റെ ഇപ്പോഴത്തെ പ്രൈസ് ഏകദേശം 44,500. അതായത് ഞാൻ മേടിക്കുമ്പോൾ 44,500 ആയിരുന്നു. ഞാൻ എന്ത് ചെയ്തു? അതിൽ നിന്ന് 200 പോയിന്റ് മാറി ഒരു 44,700 കോൾ ഓപ്ഷൻ സെല്ല് ചെയ്തു. അതിൽ നിന്ന് 200 പോയിന്റ് താഴേക്ക് പോയി ഒരു 44,300 പുട്ട് ഓപ്ഷൻ സെല്ല് ചെയ്തു. ഇതാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഈ റേഞ്ചിന്റെ ഇടയിൽ നിൽക്കാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ താഴേക്ക് പോകുന്നുണ്ടല്ലേ? സോ റേഞ്ച് താഴേക്ക് പോകുന്നുണ്ട്. ഈ റേഞ്ച് പോകുന്നത് വരെ കുഴപ്പമില്ല. ഇപ്പം ഇവിടം വരെ എത്തി. ഈ റേഞ്ച് വിടുമ്പോൾ മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ഇപ്പോൾ $36 ചുരുങ്ങി, $5 താഴെ പോയി. കുഴപ്പമില്ല, നമുക്ക് വെയിറ്റ് ചെയ്യാം. കാരണം ഇനി 1 മണിക്കൂർ കൂടെ ഉള്ളൂ. അതിനുള്ളിൽ റേഞ്ചിൽ അവസാനിപ്പിച്ചാൽ മതി. സോ ഇങ്ങനെയാണ് ഈ സ്ട്രാറ്റജി എടുത്തത്. സെല്ല് ചെയ്യേണ്ട എങ്ങനെയാണെന്ന് പ്രത്യേകം പറയണ്ടല്ലോ. നമ്മളിവിടെ ക്ലിക്ക് ചെയ്യുന്നു, സ്ട്രൈക്കുമ്പോൾ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ വരും. അതിൽ നമ്മൾ എന്താണ്? സെല്ലാക്കണം. സെല്ലാക്കുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇതാണ് മാർജിൻ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 5 മടങ്ങ്, 10 മടങ്ങ്, 25, 50, 100 മടങ്ങ് വരെ ലിവറേജ് കിട്ടും. അത്രയൊന്നും വേണ്ട. 25 മാക്സിമം 50. ഞാൻ പറയുന്നത് സേഫ് ആയിട്ട് 25x ലിവറേജ് എടുക്കുക. ദെൻ ഇവിടെ മാർക്കറ്റ് ആക്കുക, പ്രൈസ് മാർക്കറ്റ് ആക്കുക. ക്വാണ്ടിറ്റി നിങ്ങളുടെ ക്യാപിറ്റലിന്റെ 10%, 20%, എത്രയാണെന്ന് വെച്ചാൽ 10%, 20% ആണെങ്കിൽ കൊടുക്കുക. സെല്ല് കൊടുക്കുക. ഇതുപോലെ ഒരു കൺഫർമേഷൻ വരും, ഓക്കെ കൊടുക്കുക. അത് ഒരു ലെഗ് സെല്ലായി. ഇനി എന്ത് വേണം? പുട്ട് ഓപ്ഷൻ. ഔട്ട് ഓഫ് സമയത്ത് പുട്ട് ഓപ്ഷൻ. അതിന്റെ ഇപ്പോഴത്തെ വില 29 ഇതുമ്പോൾ ക്ലിക്ക് ചെയ്യുന്നു. മാർജിൻ ചേഞ്ച് ചെയ്യുന്നു. 25 ആണെങ്കിൽ 25, 50 ആണെങ്കിൽ 50 ടൈംസ് ആക്കുന്നു. മാർക്കറ്റ് ആക്കുന്നു. കയ്യിലുള്ള കാശിന്റെ ക്യാപിറ്റലിന് എത്ര ശതമാനം? 25 ആണെങ്കിൽ 25, 50 ആണെങ്കിൽ 50%. ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇതിന്റെ ക്വാണ്ടിറ്റി സെയിം ആയിരിക്കണം. 100 കൗണ്ടാണ് എടുക്കുന്നതെങ്കിൽ കോളും പുട്ടും 100 കൗണ്ട് തന്നെ സെല്ല് ചെയ്യണം. പ്രീമിയം അധികം ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നേരത്തെ പറഞ്ഞ പോലെ 44,500 200 പോയിന്റ് മുകളിലുള്ളതും 200 പോയിന്റ് താഴെയുള്ളതും മേടിച്ചു. അത് രണ്ടും സെയിം ആയിരിക്കണം. സെയിം എക്സ്പയറി. രണ്ടും 26 മാർച്ച് എക്സ്പയറി ആയിരിക്കണം. രണ്ടും ഒരേ ക്വാണ്ടിറ്റി ആയിരിക്കണം. എന്നിട്ട് ഈ 2 സാധനവും സെല്ല് ചെയ്യാം. എന്നിട്ട് ഇതുപോലെ റിലാക്സ് ചെയ്തിരുന്നാൽ മതി. എത്ര മണി വരെ റിലാക്സ് ചെയ്യാം? 5:30 വരെ. ഞാൻ പറഞ്ഞൊരു $45 എൻ്റെ ഉദ്ദേശം. $45 വരുമ്പോൾ ഞാൻ ഈ സാധനം എക്സിറ്റ് ചെയ്യും. അതിന് വേണ്ടി വെയിറ്റ് ചെയ്യും. കാര്യങ്ങൾ മനസ്സിലായി വിചാരിക്കുന്നു. സോ ഈ സ്ട്രാറ്റജിയാണ് ഷോർട്ട് സ്ട്രാങ്കിൾ. അടിപൊളി സ്ട്രാറ്റജിയാണ്. എല്ലാ ദിവസവും നിങ്ങൾക്ക് ബിറ്റ് കോയിനിൽ ചെയ്യാവുന്ന ഒരു സ്ട്രാറ്റജിയാണ്. ഓൺലി എപ്പോൾ മാർക്കറ്റ് സൈഡ് വേസ് ആണെങ്കിൽ. അതുകൊണ്ട് പറഞ്ഞോട്ടെ, ഇത് ഇപ്പം എൻ്റെ റേഞ്ചിലായതുകൊണ്ട് മാത്രമാണ് ഈ സ്ട്രാറ്റജി ഇത്ര ക്ലിയർ ആയിട്ട് വർക്ക് ചെയ്തത്. അല്ല ഒരു ട്രെൻഡിങ് മാർക്കറ്റ് ആണെങ്കിൽ, ഇപ്പോൾ ഇവിടെ ട്രെൻഡിങ്, യെസ്, ഇവിടെ നോക്കിയേ, ഇവിടെ നിങ്ങൾ ട്രെൻഡിങ് മാർക്കറ്റ് ഉണ്ട്, കണ്ടോ? ഈ ട്രെൻഡിങ് മാർക്കറ്റിൽ ഞാൻ ഈ സാധനം വരച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൈവിട്ട് പോകും, കാശ് പോകും. അപ്പോൾ ട്രെൻഡിങ് മാർക്കറ്റിൽ എന്ത് വേണം? മറ്റു പല സ്ട്രാറ്റജി ഉപയോഗിക്കണം. ഷോർട്ട് സ്ട്രാറ്റജിൽ മാത്രമല്ലല്ലോ സ്ട്രാറ്റജി ഉള്ളത്. ഇപ്പോൾ ഇവിടെ നോക്കിയേ, ഇതൊരു ട്രെൻഡിങ് മാർക്കറ്റാണ്. ഞാൻ എന്ത് ചെയ്യും? നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഇപ്പം ഇതൊരു ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് പാറ്റേൺ ഫോം ചെയ്യുന്നുണ്ട്, കണ്ടോ? ഒരു ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് പാറ്റേൺ ആണ്. അപ്പോൾ എന്ത് ചെയ്യണം? ഇവിടെ വെച്ച് ഈ പാറ്റേൺ ഇവിടെ വെച്ച് ബ്രേക്ക് ചെയ്യുമ്പം നമുക്ക് ഇവിടെ വെച്ച് നമുക്ക് ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാം. ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാം. അതല്ലേ ചെയ്യേണ്ടത്? അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഇതുപോലെ ഷോർട്ട് പൊസിഷൻ എടുക്കുന്നു. ഒരു ഷോർട്ട് പൊസിഷൻ ഇവിടെ വെച്ച് എൻ്റർ ചെയ്യുന്നു. ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് ഏകദേശം ഇവിടെയാണ് വരേണ്ടത്. ഇവിടെയാണ് സ്റ്റോപ്പ് ലോസ് വരേണ്ടത്. ആ സ്റ്റോപ്പ് ലോസിന് അഗേൻസ്റ്റ് ഒരു 1:1.5 1:2 ടാർഗറ്റ് സെറ്റ് ചെയ്യുന്നു. ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നു. ഇതാണ് ആ സംഭവം. അത് നോക്കിയേ, വർക്ക് ചെയ്തില്ലേ? നോക്കിയേ, എന്ത് ക്ലിയർ ആയിട്ടല്ലേ? എത്ര ഡോളറാ? 496, ഏകദേശം $500 ഈ സ്ട്രാറ്റജിയിൽ ബുക്ക് ചെയ്തത്. ബിറ്റ് കോയിൻ ഇന്നലെ ഒരു ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ്
പാറ്റേൺ ഫോം ചെയ്തു. ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് പാറ്റേൺ പ്രകാരം ഈ ഒരു ലൈൻ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഒന്നുകിൽ ഒരു കോൾ ഓപ്ഷൻ സെല് ചെയ്യാം, അല്ലെങ്കിൽ ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാം. അപ്പോൾ എന്ത് വേണം, ഇവിടെ ഇപ്പോൾ ബ്രേക്ക് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ നേരെ പോവാ, ഓപ്ഷനിലേക്ക് പോവാ, ഏതെങ്കിലും ഒരു പുട്ട് ഓപ്ഷൻ, നല്ല അത് ഇൻ ദ മണിയിലുള്ള പുട്ട് ഓപ്ഷൻ മേടിച്ചാൽ മതി കേട്ടോ. നമ്മുടെ സ്ട്രാറ്റജി ക്ലിയർ ആണെങ്കിൽ ഔട്ട് ഓഫ് ദ മണി അല്ല, ഇൻ ദ മണിയിലുള്ള പുട്ട് ഓപ്ഷൻ ഏതെങ്കിലും ഒരു പുട്ട്, ഇപ്പോൾ 47,000 അല്ലെങ്കിൽ 44,800 അല്ലെങ്കിൽ 45,000. ഈ 45,000 പുട്ട് ഓപ്ഷൻ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ബൈ ആണ് ചെയ്യേണ്ടത്. ബൈ ചെയ്യാൻ നിസ്സാരം മാർജിൻ മതി, ക്യാപിറ്റൽ 25 അല്ലെങ്കിൽ 50 ടൈം. ഓപ്ഷൻ ബൈങ് ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ റിസ്ക് ആണ്. സോ നിങ്ങളുടെ ഫണ്ട് എങ്ങനെയാണ് അതുപോലെ ഉപയോഗിക്കുക. ബൈങ് ആണെങ്കിൽ ഞാൻ പറയുന്നത് എപ്പോഴും 25% ഉപയോഗിക്കാം. സെല്ലിംഗ് ആണെങ്കിൽ നിങ്ങൾക്ക് 80% ഓഫ് ക്യാപിറ്റൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഒപ്പം ലെവറേജ് കൊടുക്കാം സെല്ലിങ്ങിന്. ബൈങ്ങിന് ലെവറേജ് ഇല്ല, കയ്യിലുള്ള ഫണ്ടിന്റെ ഒരു 25% കൊടുക്കുക, ബൈ കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ വെയിറ്റ് ചെയ്യുക, കൃത്യമായ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് വെയിറ്റ് ചെയ്യുക. ഇവിടെയും നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസ് കൊടുക്കാനുള്ള ഓപ്ഷൻ കണ്ടോ, SL ഫിഗർ അടിച്ചു കൊടുക്കാം. നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ടാർഗറ്റും സ്റ്റോപ്പ് ലോസും ഒരേ സമയം കൊടുക്കാൻ പറ്റില്ല, പക്ഷേ ഇവിടെ കൊടുക്കാം. ക്രിപ്റ്റോയിൽ ടാർഗറ്റും സ്റ്റോപ്പ് ലോസും നമുക്ക് ഒരേ സമയം കൊടുക്കാൻ പറ്റും. എത്രയായി? യെസ്, 42.8, $43 പ്രോഫിറ്റ് ആയി. $2 കിട്ടിക്കഴിഞ്ഞാൽ നമ്മളിത് പ്രോഫിറ്റിൽ എക്സിറ്റ് ചെയ്യും. വെറുതെ ഇരിക്കാനുണ്ടോ, അതും ആലോചിക്കണം. സോ ട്രെൻഡിങ് മാർക്കറ്റുകളിൽ ഇതുപോലത്തെ സ്ട്രാറ്റജി ഉപയോഗിക്കുക. നോൺ ട്രെൻഡിങ് മാർക്കറ്റ്, സൈഡ് വേസ് മാർക്കറ്റ് ആണെങ്കിലാണ് നമ്മൾ ഈ പറഞ്ഞ ഷോർട്ട് സ്ട്രാങ്കിൾ വർക്ക് ചെയ്യുള്ളൂ. അതും ഞാൻ പറഞ്ഞു, മാർക്കറ്റിന്റെ സ്ഥായിയായ സ്വഭാവം സൈഡ് വേസ് നിൽക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആഴ്ചയിൽ 4 ദിവസം അല്ലെങ്കിൽ 3 ദിവസവും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്ട്രാറ്റജി ആയിരിക്കും ഈ ഷോർട്ട് സ്ട്രാങ്കിൾ. ഒരു കാര്യം കൂടി പരിചയപ്പെടുത്താം. ഇത് മാക്സിമം എനിക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത് $49-50 അതെനിക്ക് അവിടെ നിന്ന് കിട്ടി. പ്രോഫിറ്റ് എത്ര വേണമെങ്കിലും വരാലോ, ഇല്ല. ഇതിൽ നിന്നും മാക്സിമം കളക്ട് ചെയ്യാവുന്ന ഒരു എമൗണ്ട് ഉണ്ട്. അത്തരം കാര്യങ്ങൾ കിട്ടാനായിട്ട് ഡെൽറ്റയിൽ ഒരു അടിപൊളി വഴിയുണ്ട്. അത് ഇവിടെയാണ്. ഇവിടെ റിസോഴ്സിൽ പോയി കഴിഞ്ഞാൽ സ്ട്രാറ്റജി ബിൽഡർ കണ്ടോ, ഒരു സ്ട്രാറ്റജി ബിൽഡർ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ഇതെടുക്കുക, ഒരു വീഡിയോ സ്ട്രാറ്റജി ബിൽഡർ ഡെമോ വീഡിയോ ഉണ്ട്. ഇത് കണ്ടാൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. ഞാൻ കൂടുതൽ പറഞ്ഞു തരേണ്ട കാര്യമില്ല. പറ്റുമെങ്കിൽ അടുത്ത വീഡിയോയിൽ ഞാൻ ഈ സ്ട്രാറ്റജി ബിൽഡർ അല്പം കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞുതരാം. ഈ സ്ട്രാറ്റജി ബിൽഡർ എടുക്കുക. ഇത് നിങ്ങൾക്ക് ഈ സ്ട്രാറ്റജി പേപ്പർ ട്രേഡ് ചെയ്യാം. ഇപ്പൊ ഞാൻ ലൈവ് ട്രേഡ് ചെയ്ത് കാണിച്ചു തന്നു. വേണ്ട, നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു സ്ട്രാറ്റജി ടെസ്റ്റ് ചെയ്യണമെങ്കിൽ ഈ സ്ട്രാറ്റജി ബിൽഡർ ഉപയോഗിക്കാം. ഈ സ്ട്രാറ്റജി ബിൽഡറുടെ ഈ പേജിലേക്കാണ് പോവുക. ഇതിന് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ കുറേ സാധനമുണ്ട്. ഓപ്ഷൻ ചെയിൻ, പേ ഓഫ് ചാർട്ട്, വോളിയം. ഇതൊന്നും ചെയ്യേണ്ട. നിങ്ങൾ ഇതിൽ കയറുക, എക്സ്പയറി ഡേറ്റ് എടുക്കുക. ആദ്യം തന്നെ എക്സ്പയറി, ഇന്നത്തെ എക്സ്പയറി ആണ്, അതെടുക്കുന്നു. ഇന്നത്തെ എക്സ്പയറി എടുത്തു. നമ്മൾ ചെയ്യാൻ പോയ കാര്യം, നമ്മളിപ്പോൾ ചെയ്ത കാര്യം എന്താണ്, അല്ലെങ്കിൽ ഇത്രയും കൂടുതലുള്ളത് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ എടുക്കാൻ പോകുന്നത് ഇന്നത്തെ എക്സ്പയറി ഇപ്പോൾ തീരാറായി, തീരെ പ്രീമിയം അല്ല. നാളത്തെ എക്സ്പയറി എടുക്കാം. നാളത്തെ എക്സ്പയറി എടുത്തു. നാളത്തെ എക്സ്പയറിലുള്ള ഒരു ഔട്ട് ഓഫ് ദ മണി ഇപ്പോഴത്തെ വില 44,500 അതിന് പകരം 43 അല്ലെങ്കിൽ 43,500, ഒരു 1000 പോയിന്റ് താഴെയുള്ള 43,500 സംഭവം ഞാൻ ഈ പറഞ്ഞ പോലെ 500 ക്വാണ്ടിറ്റി ഇഷ്ടമുള്ളത് കൊടുക്കാം. 500 ക്വാണ്ടിറ്റി സെല്ല് ചെയ്തു, സെല്ല് കൊടുക്കുക. അവിടെ റെഡ് മാർക്ക് വന്നു. അതിനുശേഷം എത്രയാണ്, ദെൻ 42,500 പുട്ട് ഓപ്ഷനും ക്ലിക്ക് ചെയ്യുന്നു. അതും സെയിം ക്വാണ്ടിറ്റി, 500 ക്വാണ്ടിറ്റി, അതും സെല്ല് ചെയ്യുന്നു. ഇത് രണ്ടും സെല്ല് ചെയ്തു. ഇത് നോക്കി, താഴെ വന്നിട്ടുണ്ടാവും അതിൻ്റെ യെസ്. അത് എത്ര രൂപ പ്രോഫിറ്റിൽ ഇപ്പോൾ വരാം. പേപ്പർ ട്രേഡ് ചെയ്യാം. ഇതിങ്ങനെ ട്രേഡ് വെച്ചുകൊണ്ടിരുന്നാൽ നമ്മുടെ ഇതിപ്പോൾ കാശ് കൊടുത്ത് ഞാൻ ചെയ്തത്, ഇത് കാശ് കൊടുക്കാണ്ട് നിങ്ങൾക്ക് ഇതുപോലെ പേപ്പർ ട്രേഡ് ചെയ്യാം. ദെൻ ഇതിൽ തന്നെ പേ ഓഫ് ചാർട്ട്, മുകളിൽ തന്നെ പേ ഓഫ് ചാർട്ട് ഉണ്ട്. ഇതൊന്നും കൺഫ്യൂസ് ചെയ്യേണ്ട കേട്ടോ. ഇതിനെപ്പറ്റി നമ്മൾ ഡീറ്റെയിൽ വീഡിയോ ചെയ്യാം. ആദ്യമായിട്ട് ചെയ്യുന്നതിനൊന്നും മനസ്സിലാവില്ല. നമ്മൾ ഓപ്ഷൻ ഹെഡ്ജിങ് സീരീസ് ഒക്കെ പഠിക്കുമ്പോൾ പി എഫ് ചാർട്ട് ഒക്കെ പഠിപ്പിക്കും കേട്ടോ നമ്മുടെ ഹെഡ്ജിങ് സീരീസിൽ. അപ്പോൾ നിങ്ങൾ ഒന്നും പേടിക്കേണ്ട, നമ്മുടെ കൂടെ നിന്നാൽ മതി. ഓപ്ഷനെ പറ്റി 1 to end എനിക്കറിയാവുന്ന കാര്യം, ഞാനിപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കറിയാവുന്ന കാര്യങ്ങൾ 1 to end നിങ്ങൾക്ക് പറഞ്ഞു തരാം. സോ ഈ പേ ഓഫ് ചാർട്ടിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോഴത്തെ അവസ്ഥ നോക്കിയേ, എൻ്റെ പിയാനിലെ എക്സ്പയറിയിൽ അവർ പ്രതീക്ഷിക്കുന്നത് 89. ഈ പോണ വരയേക്കട്ടെ നമ്മൾ ചുമ്മാ കൈ ഓടിച്ചാൽ മതി. ഇതെന്താണെന്ന് വെച്ചാൽ താഴെ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് താഴെ കണ്ടാൽ മനസ്സിലാവും. 42,961 അങ്ങനെ പോയി ഏത് റേഞ്ചിൽ വരുമ്പോൾ നമ്മുടെ പിയാനിൽ എത്രയായിരിക്കും ഇത് കിട്ടും. എക്സാമ്പിൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ ഇടയിൽ നിൽക്കുന്നതാണല്ലോ. ഇതിൻ്റെ ഇടയിൽ നിന്നാൽ എൻ്റെ പിയാനിൽ നോക്കി, എൻ്റെ ഫൈനൽ പിയാനിൽ ഇവിടെ കാണുന്നില്ലേ 89.75. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്ന സ്ട്രാറ്റജിയിൽ നിന്ന് എനിക്ക് മാക്സിമം കിട്ടുന്ന പ്രോഫിറ്റ് ആണ് 89 രൂപ. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാനിത് ചെയ്ത് നോക്കിയായിരുന്നു. $45. യെസ്, നമ്മുടെ $45 ആയി. നമുക്ക് എക്സിറ്റ് ചെയ്യാം. ഇവിടെ മുകളിൽ ക്ലോസ് ഓൾ പൊസിഷൻ ഉണ്ട്, കണ്ടില്ലേ നിങ്ങൾ? എത്ര സിമ്പിളായിട്ട് നോക്കി നമ്മൾ വിചാരിച്ച് $45 ആയി. എത്ര രൂപേൻ്റെ പ്രോഫിറ്റ്? $45 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 45 × 76 3,400, ഏകദേശം 3,500 പ്രോഫിറ്റ് സിമ്പിളായി ബുക്ക് ചെയ്തു. എത്ര രൂപ കൊണ്ട്? വെറും 50,000 രൂപ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ട്. ഇവിടെ ഞാൻ ക്ലോസ് ചെയ്യാമാണ്. ക്ലോസ് ഓൾ പൊസിഷൻസ്, കൺഫേം. യെസ്, സോൾഡ്. സംഭവം വിറ്റു. നമ്മുടെ ഇതിൽ നിന്ന് പോയി നേരെ ഞാൻ എൻ്റെ വാലറ്റിൽ പോയി നോക്കുന്നു. യെസ്, പ്രോഫിറ്റ് കയറിയിട്ടുണ്ട്. എത്ര $? $45 പ്രോഫിറ്റ് കയറി.
ഞാൻ ഇത് ഗുണാട്ടോ, ഞാൻ കഴിഞ്ഞ ദിവസം 50,000 വിട്ടുപോയി. എനിക്ക് തോന്നുന്നു ഫെബ്രുവരി മാർച്ചിൽ മാത്രം എനിക്ക് കിട്ടിയ പ്രോഫിറ്റ് ആണ്. എൻ്റെ എനിക്ക് തോന്നുന്നു $1,600-1,800 ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ഞാൻ 50,000 റുപ്പീസ് വിഡ്രോ ചെയ്തു ഒരു മാസം കൊണ്ട്. ഞാൻ പറഞ്ഞില്ല, NSE-യിലും BSE-യിലും മാത്രമല്ല ഇവിടെയും ഇൻകമാണ്. സോ ഇന്നത്തെ പ്രോഫിറ്റ് ബുക്ക് ചെയ്തത് നിങ്ങൾ കണ്ടു. അടിപൊളി ട്രേഡിംഗ് ആയിരുന്നല്ലേ. റിലാക്സ് ചെയ്ത് നിങ്ങളോട് സംസാരിച്ച് ഈ സ്ട്രാറ്റജി നിങ്ങളെ പരിചയപ്പെടുത്തി വെറുതെ ഒരു 45 രൂപ കിട്ടി. സോ എനിക്കും വൈഫിനും സിനിമയ്ക്ക് പോകാനും ഒരു പോപ്കോൺ മേടിച്ച് തന്നാനും എന്റെ പോക്കറ്റിൽ നിന്ന് കാശ് എടുക്കേണ്ടതെന്നില്ല. അതിനുള്ള കാശിൽ നിന്ന് എനിക്ക് ബിറ്റ് കോയിൻ തന്നു. സോ ഈ PF ചാർട്ട് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇവിടെ നോക്കിയേ, ഈ പോയിന്റിലൊക്കെ P&L നോക്കിയേ 89. സോ ഇതിൽ നിന്ന് എനിക്ക് മാക്സിമം $89 എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 7,000 രൂപ എടുത്ത് പ്രോഫിറ്റ് കിട്ടും. ഇനി ഈ പോയിന്റ് റേഞ്ചിൽ നിന്ന് പുറത്തേക്ക് പോയി, ഈ റേഞ്ചിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ നമുക്ക് വരുന്ന ലോസ് കൂടെ കാണും. നോക്കിയേ, ഇവിടുന്ന് പുറത്തേക്ക് പോയി 43,500 നിന്ന് 42,500 വന്നപ്പോൾ $301. താഴേക്ക് ലോസ് ഇങ്ങനെ കൂടി വരുന്നത് കാണാം. ഇതും ഈ സൈഡിലേക്കാണെങ്കിലും ഈ സൈഡിലേക്കും വൺ സൈഡ് മൂവ്. ഇപ്പൊ ഈ രണ്ട് സൈഡിലെ ലെഫ്റ്റും റൈറ്റും കാണുന്ന ഈ വരകളാണ് നമ്മൾ ആ പറഞ്ഞ ബിറ്റ്കോയിന്റെ ട്രേഡിംഗ് വ്യൂവിൽ ചാട്ടിക്കണ്ട ക്രോസ് ആയിട്ടുള്ള ഈ റേഞ്ചാണ് ഈ പറയുന്ന സ്ട്രാറ്റജി ബിൽഡറുടെ വട്ടത്തിലുള്ള ഈ റേഞ്ച്. ഈ രണ്ട് റേഞ്ചിന്റെ അകത്ത് എപ്പോൾ നിൽക്കുന്നോ അപ്പോഴൊക്കെ നമുക്ക് $89 മാക്സിമം പ്രോഫിറ്റ് ഓൺ ചെയ്യാം. എപ്പോൾ എക്സ്പയറി ഡേറ്റിനോട് അടുക്കുമ്പോൾ പ്രോഫിറ്റ് ഏൺ ചെയ്യാം. ഇതിൽ നിന്ന് പുറത്തു പോയാൽ വരുന്ന ലോസും ഇതിൽ നിങ്ങൾക്ക് കാണാം. സോ നിങ്ങൾക്ക് അറിയാം ഇവിടേക്കാണ് ലോസ് വരുന്നത്. അപ്പോൾ ഇവിടെ വെച്ച് നിങ്ങൾക്ക് എക്സിറ്റ് ചെയ്യാം. അതാണ് ഇതിന്റെ മറ്റൊരു ഗുണം. ലോസ് എന്തോരം വരെ പോകുന്ന നമുക്ക് ഇതിൽ തന്നെ കൃത്യമായിട്ട് കിട്ടും. ബിറ്റ് കോയിൻ ഇത്ര പോയിന്റ് മുകളിലേക്ക് കയറി പോയി ഇത്ര രൂപ ഞാൻ ലോസിൽ അവസാനിപ്പിക്കും. അതെനിക്ക് മുൻകൂട്ടി എൻ്റെ മുമ്പിൽ കിട്ടാണ്. അതുകൊണ്ട് എനിക്ക് നേരത്തെ എക്സിറ്റ് ചെയ്യാം. ഈ ഒരു അടിപൊളി ഫെസിലിറ്റി കൂടിയും നമുക്ക് ഡെൽറ്റ പ്ലാറ്റ്ഫോം തന്നെ. ഞാൻ പറഞ്ഞില്ലേ, ഡെൽറ്റ പ്ലാറ്റ്ഫോം മറ്റ് നമ്മുടെ സെറോദ അപ്സ്റ്റോക്കൊന്നും പോലെയല്ല. ഒത്തിരി ഉപകാരപ്രദമായിട്ടുള്ള, അല്ലെങ്കിൽ ഒരൊറ്റ ക്ലിക്കിൽ നമ്മുടെ മുമ്പിൽ പല സാധനങ്ങളും കിട്ടും. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്തത്. സോ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളൂ. സോ നിങ്ങൾ കണ്ടതാണ്, ചുമ്മാ റിലാക്സ് ചെയ്ത് ചായക്കാശ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ ഇപ്പോൾ കാണിച്ചു തന്നു. വളരെ ഈസി സ്ട്രാറ്റജിയാണ്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ സ്ട്രാറ്റജി എൻ്റെ വായിൽ നിന്ന് കേട്ടിട്ടോ പേപ്പർ ട്രേഡ്, ഞാൻ ഇപ്പോൾ നേരത്തെ കാണിച്ച പോലെ പേപ്പർ ട്രേഡ് ചെയ്തിട്ടോ കാര്യമില്ല. നിങ്ങൾ മസ്റ്റ് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഡെൽറ്റയിൽ അക്കൗണ്ട് ഇല്ലെങ്കിൽ ഓടിപ്പോയി അക്കൗണ്ട് എടുക്കുക, കുറച്ച് ഫണ്ട് ആഡ് ചെയ്യുക. ഈ സ്ട്രാറ്റജി എപ്പോഴെങ്കിലും നിങ്ങൾക്ക് തോന്നുവാണ് ബിറ്റ് കോയിൻ ഈ റേഞ്ചിലാണെന്ന് തോന്നുവാണെങ്കിൽ ഞാൻ ഈ പറയുന്ന പോലെ ഔട്ട് ഓഫ് ദ മണിയിലുള്ള ഈ റേഞ്ച് വിട്ട് പുറത്ത് പോകാൻ ചാൻസ് ഇല്ലാത്ത 2 കോളും പുട്ടും സെല്ല് ചെയ്യുക. ഇതുപോലെ കൈകെട്ടി നോക്കിയിരിക്കുക. വെരി സിമ്പിൾ. എന്നിട്ട് ഇതുപോലെ ഒരു 5 മണിക്കൊക്കെ മുമ്പ് എപ്പോൾ നമുക്ക് ഡിസൈഡ് ആയിട്ടുള്ള പ്രോഫിറ്റ് കിട്ടുന്നോ എക്സിറ്റ് ചെയ്യുക, റിലാക്സ് ചെയ്യാം. സോ എല്ലാവർക്കും ഈ സ്ട്രാറ്റജിയും ഈ വീഡിയോയും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വരും ദിവസങ്ങളിൽ നമ്മൾ ഇതുപോലെ സ്ഥിരം ഉപയോഗിക്കുന്ന ഹെഡ്ജിങ് സ്ട്രാറ്റജികളും അല്ല നോർമൽ ബിറ്റ് കോയിനിലൊക്കെ ട്രേഡ് ചെയ്യുന്ന സ്ട്രാറ്റജികളായിട്ട് ഇനിയും വീഡിയോ നമ്മൾ ഈ സീരീസിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. സോ അത് പോസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളിലേക്ക് എത്താനായിട്ട് നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. ഒപ്പം നമ്മുടെ ലിങ്ക് വഴി ഡെൽറ്റയും ബിനാൻസ് വോൾട്ട് എല്ലാത്തിനും നമ്മൾ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട് ഡിസ്ക്രിപ്ഷനിൽ. ഈ ലിങ്ക് വഴി നിങ്ങൾക്ക് ഇതിലൊക്കെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം, നമ്മുടെ ഗ്രൂപ്പിലും ജോയിൻ ചെയ്യാം. നമുക്ക് ഒരുമിച്ച് ട്രേഡ് ചെയ്യാം, ഒരുമിച്ച് ലാഭവും നഷ്ടവും ബുക്ക് ചെയ്യാം. താങ്ക്